അങ്ങനെ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ വിഷയമാണ് സംസാരം ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിഞ്ഞാന്ന് നടന്ന റെസിഡൻഷ്യൽ ട്രെയിനിങ്, ഞങ്ങൾക്ക് 2 ദിവസം റെസിഡൻഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഈ റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിൽ ഏറ്റവും ആദ്യത്തെ സെഷൻ ഗിരീഷ് സാറിന്റെ ആണ്. അതിൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞപ്പോൾ അതൊരു വലിയ ടോപ്പിക്കാണ്, വാസ്റ്റ് ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സാറിന് ജസ്റ്റ് അതിന്റെ ഒരു ബേസ് മാത്രമേ കവർ ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ ടീമിലുള്ള 2-3 ലീഡേഴ്സ് എന്നോട് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ ടോപ്പിക്കാണ്, ശരിക്കും അത് തന്നെ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിന് മൊത്തം വെക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കിടക്കാം, സംസാരം ആരോഗ്യത്തിന് ഹാനികരം, അല്ലെങ്കിൽ ലേൺ ടു സ്പീക്ക് ദ റൈറ്റ് വേ. അങ്ങനെ ആവണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീമിനോടോ അല്ലെങ്കിൽ പുതിയൊരാളോടോ ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷമാവുന്ന രീതിയിൽ മാറണ്ടെങ്കിൽ ലേൺ ടു സ്പീക്ക് ദ റൈറ്റ് വേ, ശരിയായ രീതിയിൽ സംസാരിക്കാൻ നമ്മൾ പഠിക്കുക. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ വാക്കാൽ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഒരാളോട് ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ട് ഒരാളോട് ഒരു കാര്യം സംസാരിക്കാൻ പറ്റും. അപ്പൊ ഈ വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബലിന്റെ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെ ആണ്. ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ ശരിയായില്ലെങ്കിൽ, കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഒരു വട്ടം അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പോയതാണ്. പിന്നെ നമ്മൾ എന്ത് റെക്ടിഫിക്കേഷൻ അതിന്റെ മേലെ വെച്ചാലും ഒരിക്കലും നമുക്ക് പറഞ്ഞ കാര്യം തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ പറയുന്ന കാര്യം എന്തായിരിക്കണം, നല്ല വൃത്തിക്ക് നമുക്ക് പറയാൻ പറ്റണം. അതിന്റെ എന്താണോ നമ്മൾ അതിന്റെ ശരിയായ അർത്ഥം, അതേ അർത്ഥത്തിൽ തന്നെ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അല്ലെങ്കിൽ പലപ്പോഴും സംസാരം നമ്മൾ ഉദ്ദേശിച്ചതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് തരും. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്. അത് സ്ട്രോങ് ആക്കാൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഒരു അസോസിയേറ്റ് ബയറിനോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ സെയിൽസിന് പോകുമ്പോൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ടീമിലെ ലീഡേഴ്സിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഫാക്ടേഴ്സാണ്, രണ്ട് സെപ്പറേറ്റ് ഡിവിഷൻസ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ കടക്കാൻ പോകുന്നത്, നമ്മൾ ഒരു പുതിയ അസോസിയേറ്റ് ബയറിനോടോ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനോടോ അല്ലെങ്കിൽ സെയിൽസ് ചെയ്യാൻ പോയ ഒരു വീട്ടിലോ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിനെയാണ് B2C എന്ന് പറയാം. കാരണം നമ്മൾ ബിസിനസ്മാൻ ആണ്. ബിസിനസ്മാൻ ടു കൺസ്യൂമർ, ബിസിനസ്മാൻ ടു കൺസ്യൂമർ എന്നുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്? ഇത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ആളുകളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കലാണ്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സെയിൽസിന് പലപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സാധനങ്ങൾ അയാളെ കൊണ്ട് ഇടിപ്പിക്കുക എന്നുള്ളതല്ല. നമുക്ക് അവിടെ വേണ്ടത് ഒരു ലോങ് ടേം ആയിട്ടുള്ള റിസൾട്ടാണ്. ആ ലോങ് ടേം ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. ആ ബന്ധം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? അവരുമായിട്ട് നന്നായി സംസാരിക്കണം. വെർബൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവണം. നല്ലോണം സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണോ ആവശ്യം, അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഇതൊക്കെ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഇത് വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. അതിന് എഫക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഗസ്റ്റേഴ്സ് ഒക്കെ. മെയിൻ എന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു ബിസിനസ്സുകാരനായ നിങ്ങൾ ഒരു കൺസ്യൂമറിനോടോ അസോസിയേറ്റ് ബയറിനോടോ പ്രോസ്പെക്റ്റിനോടോ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. നിങ്ങളുടെ ആശയവിനിമയം, അതായത് നമ്മൾ ഒരാളോട് ഈ ഒരു ആശയം, RCM എന്ന ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടോ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടോ മെച്ചപ്പെടുത്താൻ, അത് നമ്മൾ അവരായിട്ട് കൺവേ ചെയ്യുമ്പോൾ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അതിൽ ഏറ്റവും ആദ്യത്താണ് ആശയവിനിമയം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ വേണം നമ്മൾ നമ്മുടെ ആശയത്തെ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഒന്ന്, അതിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നണം ഇയാൾ ഇത് ഉപയോഗിച്ച് ഇയാൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടിയ ഒരാളായിട്ടാണ് സംസാരിക്കേണ്ടത്.
അതിനെന്ത് വേണം? നമ്മൾ ആദ്യം ആ ഉൽപ്പന്നം ഉപയോഗിക്കണം. അത് ഉൽപ്പന്നത്തിന്റെ കേസിൽ മാത്രമല്ല, നമ്മൾ ഈ പ്ലാനിനെ പറ്റി പറയുമ്പോഴും നമുക്ക് അതിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആത്മവിശ്വാസമാണ് ഒരാളെ കൊണ്ട് ഉൽപ്പന്നം വാങ്ങിപ്പിക്കാൻ സഹായകരമാവുന്ന ഒരു ഘടകം. കാരണം നമ്മുടെ കോൺഫിഡൻസ് കണ്ടാൽ അവർക്ക് തോന്നും, യെസ്, ഇത് എന്തായാലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തായാലും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ആത്മവിശ്വാസം കൊണ്ടാണ് തോന്നിപ്പിക്കുക. അത് കൂട്ടാൻ രണ്ടേ രണ്ട് വഴികളുള്ളൂ. ഒന്ന്, നിങ്ങൾ നന്നായിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ എത്രത്തോളം സെയിൽ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ആ സെയിലിനെ മെച്ചപ്പെടുത്താനുള്ള ആത്മവിശ്വാസം കൂടും. രണ്ടാമത്തതും ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം. നിങ്ങൾ ഉൽപ്പന്നങ്ങൾ എത്ര നന്നായിട്ട് ഉപയോഗിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ആ ഉൽപ്പന്നത്തെ ധൈര്യസമേതം ഒരാളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. ഇനി മാർക്കറ്റിംഗ് പ്ലാന്റെ കേസിലാണെങ്കിൽ ആത്മവിശ്വാസം കൂട്ടാനുള്ള വഴി എന്താ? എത്ര അധികം ആൾക്കാരോട് മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ പറ്റുന്നോ അത്ര ആൾക്കാരോട് അത് പറഞ്ഞ് 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 പ്രാക്ടീസ് ചെയ്യാം. തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ശരിയാവും എന്നുള്ള രീതിയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. പകരം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഗ്രൗണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് പേരെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് അവരുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ആത്മവിശ്വാസം കൂട്ടാനുള്ള ഒരു വഴി. അപ്പൊ ഈ ആശയവിനിമയം നടത്തുമ്പോൾ അതിൽ നമ്മുടെ ആത്മവിശ്വാസം എന്ത് ചെയ്യണം? അവിടെ തെളിഞ്ഞ് കാണണം. ഉൽപ്പന്നത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറും, മാഡം ഇത് കഴിച്ചു നോക്കും, 30 ദിവസം കഴിഞ്ഞാൽ ഞാൻ മാഡത്തിനെ വിളിക്കാം. അവിടെ നമ്മൾ ഗ്യാരണ്ടി അല്ല കൊടുക്കേണ്ടത്, നമ്മുടെ ആത്മവിശ്വാസമാണ് അവിടെ. മാഡം എന്തായാലും ഇത് കഴിക്കൂ, ഇത് കഴിച്ച് അനവധി ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മാഡത്തിനും അങ്ങനെ മാറ്റം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. 30 ദിവസം കഴിച്ചു കഴിഞ്ഞ് നോക്കൂ, ഞാൻ മാഡത്തിനെ വിളിക്കാം. അവിടെ ഗ്യാരണ്ടി അല്ല നമ്മൾ പറയേണ്ടത്. കാരണം എല്ലാവർക്കും എല്ലാം ഒരേപോലെ ഫലിക്കണം എന്ന് ഇല്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരാൾക്ക് അത് മാറിയെന്ന് വെച്ച് മറ്റൊരാൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം അതേ ദിവസം കൊണ്ടും അതേ സമയം കൊണ്ടും മാറും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ ആരും ദൈവമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാഡം ഇത്രയും ആൾക്കാർ ഉപയോഗിച്ച് അതിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഡത്തിനും അത് കിട്ടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. പക്ഷെ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇനിയും മുന്നോട്ട് അങ്ങോട്ട് പോകുള്ളൂ. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിക്കും. ആ മാറ്റം 30 ദിവസം കഴിഞ്ഞ് ഞാൻ മാഡത്തിന് ഒരു ഫോളോ അപ്പ് കോൾ ചെയ്യും. ആ കോളിൽ മാഡം എന്നോട് പറയണം. പക്ഷെ ഇത് മുടങ്ങാതെ കഴിക്കണം. ദാറ്റ് ഈസ് കോൺഫിഡൻസ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ലളിതമായ ഭാഷ. നമ്മൾ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോകുമ്പോഴോ മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ പോകുമ്പോഴോ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഏത് പ്രായത്തിലുള്ള ആളാണ്, ഏത് വിദ്യാഭ്യാസമുള്ള ആളാണ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അവർക്ക് എന്താന്ന് പോലും അതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാവില്ല. ചിലപ്പോൾ നിങ്ങൾ ചില കുറെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ അവർക്കൊരു പുതിയ വാക്കായിരിക്കും. അപ്പൊ അവർക്ക് അത് അറിയില്ല എന്താന്ന്. ചിലവരത് ചോദിക്കൂല, ചോദിക്കാൻ അവരുടെ ഉള്ളിൽ ഒരു മടിയുണ്ടോ, ഇനി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് അറിയില്ല എന്ന് ഇയാൾക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ അവർ മിണ്ടാതിരിക്കും. അപ്പൊ എത്ര ലളിതമായിട്ട് ഒരാൾക്ക് പ്ലാനോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നോ അത്രയും ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ന്യൂട്രിചാർജ് വുമണിൽ 50 പോഷകങ്ങളുണ്ട്. ഇതെല്ലാം ഒന്നും എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. ന്യൂട്രിചാർജ് വ്യൂവില് എന്താ പറയാ, സിയാസെന്തീനും ലൂട്ടീനും ഉണ്ട്. ഒരു തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിയോട് പറയാണ്, ചേച്ചി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂടും, അതിന് പകരം നമ്മൾ എന്ത് പറയുന്നു, ഇതിൽ സിയാസെന്തീൻ ഉണ്ട്, അതുപോലെ തന്നെ ലൂട്ടീൻ ഉണ്ട്. അതോട് കൂടിയിട്ട് ആ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചി ചിലപ്പോൾ പേടിക്കും, ലിജോയ് സാറേ, അയ്യോ എന്നാ വേണ്ട, എന്നാ അത് അവിടെ വെച്ചു. കാരണം ഇത് പറയാൻ തന്നെ കിട്ടുന്നില്ല അവർക്ക്. അപ്പൊ ലളിതമായ ഭാഷ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. അവിടെ കൂടുതൽ ആക്ഷനും ബഹളവും ഒന്നും വേണ്ട. ആ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിയോട് ചോദിക്കുക, ചേച്ചി ഇങ്ങനെ നിരന്തരമായിട്ട് പണിയെടുക്കുമ്പോൾ ക്ഷീണം വരാറുണ്ട്? ക്ഷീണം വരാറുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ കിടക്കണം തോന്നുന്നുണ്ട്? ഉണ്ട്. വെള്ളദാഹം അധികം ഉണ്ട്? എന്നാ ചേച്ചി ന്യൂട്രിചാർജ് പോകുമ്പോൾ കഴിക്കും, ഇതൊക്കെ മാറും. ഇത്ര അവിടെ പറയണ്ട. അപ്പൊ ലളിതമായ ഭാഷ, ടെക്നിക്കൽ ജാർഗൻസ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. പുതിയ ആൾക്കാർ വരുന്നു, അവർക്ക് എന്താന്നുള്ളത് ചിലപ്പോൾ ഇംഗ്ലീഷ് അത്ര അവർക്ക് വശത്തുണ്ടാവുന്ന ഒരു കാര്യമല്ല. അവരോട് ചെന്നിട്ട് നമ്മൾ 8 കോർ സ്റ്റെപ്സ് ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷിൽ, അവർക്ക് വലുതും മനസ്സിലാവും? ഒന്നും മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആശയവിനിമയം നടത്തുമ്പോൾ നല്ലൊരു കേൾവിക്കാരനാവുക. അവര് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ലിസണിങ് ഈസ് ദ മോസ്റ്റ് ഗ്രാൻഡസ്റ്റ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വെയിറ്റിംഗ് ഓൺ ദ അതർ സൈഡ്. നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ ഒരാള് ആയിട്ട് സംസാരിക്കുമ്പോൾ അയാൾ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നതിന്റെ അത്ര വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല. കാരണം ആ കേൾക്കുന്ന കാര്യങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത റിസൾട്ട് കിട്ടുക. നിങ്ങൾ പറയുന്ന കാര്യത്തിലല്ല ഫോളോ അപ്പ് ചെയ്ത റിസൾട്ട് കിട്ടുക. അവര് പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഫോളോ അപ്പ് ചെയ്ത റിസൾട്ട് കിട്ടുക. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അതിനിടയിൽ അവർ പറയും, പക്ഷെ അതിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാവും.
ആ കാര്യമായിരിക്കും നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുക. നല്ലൊരു കേൾവിക്കാരനായിട്ട് മാറുക. കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. കുറച്ച് സംസാരിക്കുക എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. കൂടുതൽ കേൾവിക്കാരനായിട്ട് നമ്മൾ മാറുക. ഇനി കേൾക്കുമ്പോൾ രണ്ട് തരത്തിലെ ആൾക്കാരുണ്ടാവും. ഒന്ന് വളവളവളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ അതൊന്നും ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങൾക്ക് രണ്ട് ചെവി തന്നേക്കണേ. ഇത് കൂടെ കേൾക്കുക, ഇത് കൂടെ കളയാം. എന്നാൽ ചില ആൾക്കാർ പറയുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താനുള്ള ചില കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. ചില പ്രോസ്പെക്റ്റുകളുടെ പേര് കിട്ടും. ചില ആൾക്കാരെ പറ്റിയിട്ട് അവർ സംസാരിക്കും. ചില ജീവിത അനുഭവങ്ങൾ അവർ പറയും. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ചെവി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മടക്കി വെക്കുക. അപ്പൊ ഇത് കൂടെ കേട്ടത് എന്ത് ചെയ്യും, അവിടെ സ്റ്റോർ ആയിട്ട് വെക്കും. അപ്പൊ മൂന്നാമത്താണ് നല്ലൊരു കേൾവിക്കാരനാവുക. നാലാമത്താണ് ആവേശം നിലനിർത്തുക. നമ്മൾ ഫീൽഡിലായിക്കോട്ടെ, പ്രോസ്പെക്റ്റിനെ കാണാൻ പോവാണോ, സെയിൽ ചെയ്യാൻ പോവാണോ, പുതിയൊരു മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ പോവാണോ, നമ്മൾ ആവേശത്തോടെ ഉണ്ടാവണം. ഒരു കാരണവശാലും നമ്മുടെ മുഖത്ത് എന്ത് പാടില്ല, ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഇന്ന് ഇതെങ്കിൽ തീർത്തിട്ടൊന്ന് പോയാൽ മതി എന്നുള്ള മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ അത് തീർന്നിട്ടേ പോരാൻ പാടും. ധൃതി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ആവേശം നിലനിർത്തുക. ആവേശം നിലനിർത്താൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ മൂന്നിലധികം ഹോം മീറ്റിംഗുകൾ ഉണ്ടായിരിക്കും. ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞു, രണ്ട് ഹോം മീറ്റിംഗ്, മൂന്നാമത്തെ ഹോം മീറ്റിംഗ് എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇത്രയും സംസാരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. അതിന് രണ്ട് കാര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഒന്നാണ് എനർജി ഡ്രിങ്ക്, നമ്മുടെ റിഫ്രഷർ, ന്യൂട്രിചാർജ് റിഫ്രഷ്. അത് നിങ്ങൾക്ക് ഓറഞ്ച് ഫ്ലേവറിലും ഉണ്ട്, പോംഗ്രനേറ്റിന്റെ ഫ്ലേവറിലും ഉണ്ട്. രണ്ടാമതാണ് ഗ്ലോ അപ്പ്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പ്രൊഡക്റ്റ്. കാരണം നിങ്ങൾക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിൽ ഈ സംഭവം അങ്ങോട്ട് മുഖത്ത് അടിച്ചാണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് ഉഷാറാവും. ശരിക്കും ഉഷാറാവും. ആ ഒരു എനർജി നമുക്ക് വരും. ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ബാഗിൽ സ്ഥിരമായിട്ട് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി സംസാരിക്കുമ്പോൾ ഒരുപാട് എനർജി ലോസ് സംഭവിക്കും. ആ എനർജീനെ തിരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. ഒന്നാണ് റിഫ്രഷർ, ഒന്നാണ് ഗ്ലോ അപ്പ്. അപ്പൊ ആവേശം നിലനിർത്താൻ ഇത് ഫീൽഡിൽ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് ആശയവിനിമയം എങ്ങനെ ആയിരിക്കണം. ആത്മവിശ്വാസമുള്ളതായിരിക്കണം, ലളിതമായ ഭാഷ ഉപയോഗിക്കണം, നല്ലൊരു കേൾവിക്കാരനായിട്ട് മാറണം നമ്മൾ, ആവേശം നിലനിർത്തണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ എന്താണ് ഇനി പറയേണ്ടത്. ആദ്യം നമ്മൾ എന്താ ചർച്ച ചെയ്തേ, ആദ്യം നമ്മൾ പറഞ്ഞതാണ് എങ്ങനെ ആയിരിക്കണം. ഇനി നമ്മൾ അതിലെന്താണ് പറയേണ്ടത്. അവരോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പുതിയ ആളോടോ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനോടോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആളോടോ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് പറയേണ്ടത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ആവശ്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഫോക്കസ് ഓൺ ദെയർ നീഡ്സ്. ഈ ഉൽപ്പന്നമോ ബിസിനസ്സോ കൊണ്ട് എനിക്ക് എന്ത് ഗുണം എന്നായിരിക്കും അവരുടെ പ്രധാന ചിന്ത. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് അവരുടെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് ഈ ഉൽപ്പന്നമോ ബിസിനസ് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം. അത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണം കിട്ടും. അല്ലാതെ കമ്പനി 25 കൊല്ലമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടൊന്നും അവർക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അവരുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുക, അതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരാളെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം, ദേ സൗത്ത് ഇന്ത്യയിലെ ഗ്രേറ്റ് ഗുരു ഗോപകുമാർ സാറ് വരുന്നുണ്ട്. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ അനേകം ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ ഒരാളാ. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കോരിത്തരിച്ചിരുന്ന് പോകും. ഇത് കേൾക്കുമ്പോൾ പുതിയതായ ഒരാൾക്ക് വരാൻ തോന്നില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ പറയാണ്, നോക്കൂ, ഞാൻ ഒരുപാട് കൊല്ലങ്ങളായിട്ട് നിങ്ങളെ കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നവും ആരോഗ്യപരമായ പ്രശ്നവും മാറ്റാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു അവസരം തുറന്നു വന്നിട്ടുണ്ട്. അതൊരു അവസരമാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ളത് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഞാൻ ഇതിൽ വന്നുകൊണ്ടാണ് ഇന്ന് കാണുന്ന അർജുനിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും വരുമാനവും സമ്പത്തും എത്തിച്ചു തരാൻ എന്നിലൂടെ സാധിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. എൻ്റെ കോണ്ടാക്റ്റിൽ ഒരുപാട് പേരുണ്ട്, അവരിലേക്ക് ഒന്നും ഞാൻ ചെന്നില്ല. എൻ്റെ മനസ്സിലേക്ക് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വന്നപ്പോൾ, ചിത്രം വന്നപ്പോൾ ആദ്യം വന്നത് നിങ്ങളുടെ ഫോട്ടോ. നാളെ ജയശ്രീ ഹാളില് കൃത്യം 10 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ പറയുന്നു, അവിടെ വന്നു കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതം മാറി മാറി. ഇവിടെ ഞാൻ ആരാ വരുന്നതെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അയാൾക്ക് എന്താണ് കിട്ടുക.
അതാണ് അവിടെ പറയേണ്ടത്. നമ്മൾ പ്രൊഡക്റ്റ് പറയുകയാണെങ്കിലും നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ പറയുകയാണെങ്കിലും എപ്പോഴും അദ്ദേഹത്തെ സെൻട്രൽ പീസ് ആയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. അദ്ദേഹമാണ് ആ കഥയുടെ നായകൻ, അല്ലെങ്കിൽ അവനാണ് ആ കഥയുടെ നായിക. ഇങ്ങനെ വേണം നമ്മൾ അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി. അപ്പം മാത്രമേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഞാൻ അതേ സമയത്ത് എൻ്റെ ടീമിൽ ഒരുപാട് പേരുടെ എക്സാമ്പിൾ പറയാം. എപ്പോൾ ഇവരെ പറ്റി നന്നായി പറഞ്ഞതിന് ശേഷം അവരുടെ അതേ മേഖലയിലുള്ള ഒരാൾ എൻ്റെ ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം എനിക്ക് പറയാം. അല്ലാതെ എൻ്റെ ടീമിൽ അദ്ദേഹത്തിന് അത്ര കിട്ടി, ഇദ്ദേഹത്തിന് ഇത്ര കിട്ടി, അയാൾക്ക് അത്ര കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവരെ കേന്ദ്രീകരിച്ച് പറയാൻ നമ്മൾ പഠിക്കണം. അവരുടെ ആവശ്യങ്ങളെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഉൽപ്പന്നമോ ഈ ബിസിനസ് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ഗുണം ഉണ്ടാവും, അതാണ് അവിടെ നമ്മൾ പറയേണ്ടത്. ഇനി കഥകൾ പറയുക രണ്ടാമത്തെ പോയിന്റ് ആണ്. എന്താണ് പറയേണ്ടതെന്നുള്ളതിൽ രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് എന്താ? ഫോക്കസ് ഓൺ ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളെ ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ആണ് കഥകൾ പറയുക. കണക്കുകളെക്കാൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് അനുഭവങ്ങളാണ്, അല്ലെ? കണക്ക് പറഞ്ഞ കുറച്ച് കഴിയുമ്പോഴേക്കും അയാൾ സോൺ ഔട്ട് ആവും. സോൺ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശം വിട്ട് പിന്നെ അമേരിക്കയിലേക്ക് പോകും. കാരണം ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ കഥകൾ പറഞ്ഞാലോ ആൾക്കാർ രസമായിട്ടിരിക്കും. കാരണം ഏത് പ്രായക്കാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം കഥ. ഇന്ന പ്രായം ഒന്നുമില്ല, കുട്ടികളാകുമ്പോൾ എന്ന് മാത്രമല്ല എത്ര മുതിർന്ന ആൾക്കാർക്കും എന്താ കഥകൾ വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെയോ അല്ലെങ്കിൽ ടീമിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ വിജയഗാഥകൾ അവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. കണക്ട് ചെയ്യുന്ന രീതിയിൽ പറയാൻ പറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നണം എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം എന്താ? അവർ കേട്ട കഥ അവരെ പോലെ ഒരു സാധാരണക്കാരന്റെ. നമ്മൾ വലിയൊരാളുടെ കഥ പറയുന്നേക്കാളും നല്ലത് പ്രാദേശിക തലത്തിൽ വളർന്നു വന്ന ഒരു ലീഡറിന്റെ കഥ പറയുകയാണ്. അത് എപ്പോഴും നമുക്ക് എന്ത് തരും? റിസൾട്ട് തരും. അപ്പൊ കഥകൾ പറയുക, സ്റ്റോറി ടെല്ലിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ സംബന്ധിച്ച്. അത് എത്ര നന്നായിട്ട് പറയാൻ നമ്മൾ പഠിക്കുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ് കഥകൾ പറയുക. കണക്കുകളെക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം അനുഭവങ്ങൾ. അതുകൊണ്ടാണ് സ്റ്റേജിലേക്ക് നമ്മൾ ചില ലീഡേഴ്സിനെ നമ്മൾ വിളിച്ച് അവരുടെ കഥകൾ പറയാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ ഹംസ സാറ്, അദ്ദേഹം പേൾ അച്ചീവർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള റാഫി സാറ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നത്. നല്ലൊരു പവർഫുൾ ലീഡറിനെ നമുക്ക് കിട്ടി. അദ്ദേഹത്തിന് അന്ന് ആ സ്റ്റേജിൽ വെച്ച് 5 മിനിറ്റ് നമ്മൾ സംസാരിക്കാൻ ഒരു ചാൻസ് കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഇതിന്റെ സെക്യൂരിറ്റി എന്താന്നുള്ളത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം ഷെയർ ചെയ്തപ്പോൾ പല ആൾക്കാരും അന്ന് ഭയങ്കരമായിട്ട് അതുമായിട്ട് കണക്ട് ആയിട്ട് മാത്രമല്ല അവരുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അവർക്കും തോന്നി നാളെ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഈ കഥ പറയുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് ഒരു കണക്ക് കാണിച്ചാലും ഉണ്ടാവില്ല. കാരണം ആൾക്കാർ ഈ സിസ്റ്റത്തിലേക്ക് വരുന്നത് കമ്പനീനെ കണ്ടിട്ടോ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ കണക്കുകൾ കണ്ടിട്ടല്ല. ആൾക്കാർ ഈ കമ്പനിയിലേക്ക് വരുന്നത് ആൾക്കാരെ കണ്ടിട്ടാണ്. അവര് വിജയിക്കുമെങ്കിൽ എനിക്കും വിജയിക്കാം. നമ്മുടെ ഗ്രേറ്റ് സഫയർ ആയിട്ടുള്ള മൂർത്തി സാർ എങ്ങനെയാ വന്ന ഈ സിസ്റ്റത്തിലേക്ക്? അദ്ദേഹം ഒരു വലിയ ഇവന്റിൽ അറ്റൻഡ് ചെയ്തു. അവിടെ അദ്ദേഹത്തെക്കാളും പഠിപ്പ് കുറഞ്ഞതും അനുഭവ സമ്പത്ത് കുറഞ്ഞ ആൾക്കാരും സ്റ്റേജിൽ കയറി വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്തുകൊണ്ട് ഒരു എയർഫോഴ്സ് ജീവനക്കാരനായി എനിക്ക് വിജയിച്ചുകൂടാ? കഥകൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. കഥകൾ പറയുക, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥകൾ നമ്മൾ പറയുക. ഇപ്പൊ ഞാനൊരു ചെറുപ്പക്കാരനോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. 19-ാമത്തെ വയസ്സിൽ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണികളും എടുത്ത ഒരു ചെറുപ്പക്കാരന്റെ കഥ. അങ്ങനെ അച്ഛൻ രക്ഷപ്പെടാൻ വേണ്ടി യാദൃശികമായിട്ട് RCMലേക്ക് വന്നപ്പോ എന്നാ ശരി ഞാൻ പഠിത്തം വിട്ട് RCMലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന്റെ കഥ. ആ ചെറുപ്പക്കാരന്റെ പേരാണ് ആലപ്പുഴക്കാരനായിട്ടുള്ള സ്റ്റാർ പൾ അച്ചീവർ അക്ഷയ് കുമാർ. ഒരു വീഡിയോയും ഒരു ഫോട്ടോയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും. മതി, വേറെ ഒന്നും വേണ്ട. എത്ര കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിന്റെ സാധ്യത ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവം മാത്രമാണ്. അപ്പൊ ഇത് കഥകൾക്ക് അസാധ്യ പവർ ഉണ്ട്. കാരണം കണക്ക് മറന്നു പോവും, പ്രൊഡക്റ്റിന്റെ ഗുണമേന്മ മറന്നു പോവും, ഇതെല്ലാം മറന്നു പോവും. പക്ഷെ കഥ മറക്കില്ല. കഥ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇന്നലെ റെസിഡൻഷ്യൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഒരു മുട്ടയുടെ കഥ ഗിരി സാർ പറഞ്ഞു, കല്ലുമുട്ടയുടെ കഥ. ആ കല്ലുമുട്ടയുടെ കഥ ഇനി ആരും മറക്കില്ല. അപ്പൊ അങ്ങനെ അനവധി കഥകൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം. പിന്നെയുള്ളതാണ് പരിഹാരങ്ങൾ. മൂന്നാമത്തതാണ് എന്ത് പറയണം എന്നുള്ളതിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. നമ്മൾ ഒരിക്കലും ഒരു ഉത്തരമോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഫാക്റ്റോ ഫിഗേഴ്സോ അല്ല കൊടുക്കേണ്ടത്. അവിടെ എന്ത് വേണം? ഓഫർ സൊല്യൂഷൻ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്, ഉദാഹരണം സാമ്പത്തികം അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു പ്രശ്നത്തിന് ഈ ബിസിനസ് എങ്ങനെ പരിഹാരമാവും, അതാണ് നമ്മൾ അവിടെ നിർദ്ദേശിക്കേണ്ടത്. ഒരു ഡോക്ടറിന്റെ പണിയാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. നമ്മുടെ ഒരു ഡോക്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നല്ലൊരു കേൾവിക്കാരനാവും. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് നമ്മൾ നിർദ്ദേശിക്കേണ്ടത്. അപ്പോൾ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരാളായിട്ട് മാറുക. ഒരിക്കലും
പിടിപ്പിക്കുന്ന ആളായിട്ട് മാറരുത്. പിടിപ്പിക്കുന്ന ആളായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ? പിടിപ്പിക്കുന്ന ആളെ ആർക്കും ഇഷ്ടമല്ല. കാരണം എന്താ? നമ്മൾ അയാൾ വരുമ്പോ തന്നെ വാതിലടയ്ക്കും. അതേ വരുന്നുണ്ട് അയാൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ പൂരം ഉത്സവമൊക്കെ ആവുമ്പോൾ പിരിവിന് ആൾക്കാർ വരും. നമുക്ക് ഇഷ്ടമുണ്ട് പിരിവിന് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ? ഇത് പിടിപ്പിക്കുക. നമുക്കൊരു താല്പര്യമില്ല. അവര് വരും, ഇത് പിടിപ്പിക്കും, അവര് പോവും. പക്ഷേ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ തരുന്ന ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ അവരെ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കും. കാരണം എന്താ? അവരെപ്പോഴും ഒരു സൊല്യൂഷൻ തരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിൽ അവരുടെ പ്രശ്നങ്ങൾ കേട്ട്, സാമ്പത്തികമോ ആരോഗ്യപരമായ പ്രശ്നം കേട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ഡോക്ടറിന് തുല്യമായിട്ട് നമ്മൾ മാറണം. അതാണ് പരിഹാരങ്ങൾ. ഇനി സത്യസന്ധത. നാലാമത്തെ കാര്യമാണ് എന്താ? സത്യസന്ധരായിട്ടിരിക്കുക. പറയേണ്ട കാര്യങ്ങളിൽ ഞാൻ പറയാണ്, സത്യസന്ധമായ രീതിയിൽ നമ്മൾ സംസാരിക്കണം. ഉൽപ്പന്നത്തെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുക. കമ്പനിയുടെ നിയമങ്ങളെക്കുറിച്ചും വരുമാന സാധ്യതകളെക്കുറിച്ചും വ്യക്തത നൽകുക. ഒരിക്കലും അതിനപ്പുറം നമ്മൾ അനാവശ്യമായിട്ടുള്ള ബോസ്റ്റിങ് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അസുഖം ഇത്ര ദിവസം കൊണ്ട് മാറും, അത് ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല. അവിടെ കൃത്യത വേണം, വ്യക്തത വേണം വരുമാന കാര്യങ്ങളെ പറ്റിയിട്ട്. ഞാൻ ഒരിക്കൽ തമിഴ്നാട്ടിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട ലീഡറിന്റെ കൂടെ മീറ്റിങ്ങിന് പോയി. 4 സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം എന്നെ കൊണ്ടുപോയി. 4 സ്ഥലങ്ങൾ വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്റർ ദൂരെയാണ് അടുത്ത സ്ഥലങ്ങൾ. അങ്ങനെ ഒരു ദിവസം ഒരു 4 പേരെ കാണാൻ വേണ്ടി 4 ദിക്കിലേക്കും ഞാൻ പോയി. അദ്ദേഹത്തിന്റെ കൂടെ പോയപ്പോ ഒരു കടയിൽ കയറി ചെന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സംസാരിച്ച് വന്ന ആള് പറഞ്ഞു, ഈ നിൽക്കുന്ന ആൾക്ക് എത്ര കിട്ടുണ്ടാവും നിങ്ങൾക്ക് വല്ല ധാരണ ഉണ്ടോ? ആ ആളാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. 3 ലക്ഷം രൂപ ലിജോയ് സാർ ആൾക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുക, ആരെയും 3 ലക്ഷം മേടിക്കുന്ന ആളെന്ന്. കാരണം ഞാൻ മേടിക്കുന്നില്ല. അപ്പൊ അപ്പൊ കാരണം അന്ന് കമ്പനിയുടെ സ്റ്റാർ എമറാൾഡിന്റെ എബോവിന് കിട്ടുന്ന ബോണസ് വന്നല്ലേ. ബോണസ് വന്നെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ആൾ പ്രതിമാസം 3 ലക്ഷം രൂപ മേടിക്കുന്ന ആള്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുക, ആരപ്പം എന്റെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ഒറ്റ തള്ള. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് കൊടുത്തു. ഇനി അപ്പൊ ഇയാൾ തുറന്നു നോക്കിയില്ല. പക്ഷെ ഇയാൾ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ സ്റ്റാർ എമറാൾഡിൽ നോക്കുമ്പോൾ, ഓയ് 1,75,000 ഉള്ളല്ലോ. അപ്പൊ അവൻ തള്ളിയത്. അപ്പൊ ഇതൊന്നും കിട്ടില്ല. അവിടെ എന്ത് വരും? ഓണസ്റ്റ് ചോദ്യം ചെയ്യപ്പെടും. അതോട് കൂടിയിട്ട് അയാൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. കാരണം എന്താ? കള്ളം പറഞ്ഞിട്ടാ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സത്യസന്ധത വിട്ട് നമ്മളൊരു പരിപാടി ചെയ്യാൻ പാടില്ല. ഉൽപ്പന്നത്തിൽ എന്താണോ ഉള്ളതെന്ന് പറയാൻ തന്നെ മണിക്കൂർ വേണം. അപ്പൊ ഇല്ലാത്ത കാര്യം പറയാൻ നിൽക്കണ. എന്താണോ ഉള്ളത് എന്നുള്ളത് തന്നെ പറയാൻ മണിക്കൂറുകൾ വേണം. അപ്പൊ ഇല്ലാത്ത കാര്യം ഒരിക്കലും നമ്മൾ പറയരുത്. ബിസിനസ് ആയിക്കോട്ടെ, ഉൽപ്പന്നം ആയിക്കോട്ടെ, ഉള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയാം. ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുക. ഇനി എന്താണ് പറയാൻ പാടില്ലാത്തത്? ഇവിടെയാണ് ഞാൻ പറഞ്ഞ സംസാരം ആരോഗ്യത്തിന് ഹാനികരം. കാരണം പലപ്പോഴും നടക്കുന്ന കാര്യം, ആൾക്കാര് അങ്ങോട്ട് കാച്ചി വിടും. അങ്ങോട്ട് കാച്ചി വിടുന്നതോട് കൂടിയിട്ട് ആ ബിസിനസ്സും ആ വഴിക്ക് അങ്ങോട്ട് പോകും. ഇത്ര നേരം ഞാൻ പറഞ്ഞത് എന്താണ് പറയേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പറയാൻ പാടില്ലാത്തത്. ഒന്നാമത്തത് വ്യാജ വാഗ്ദാനങ്ങൾ. വ്യാജ വാഗ്ദാനങ്ങൾ, ഫോൾസ് പ്രോമിസസ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടേക്കുന്ന കാര്യം, ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്ന പണം കിട്ടും. ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്ന പണം കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഈ ലോകത്തുണ്ട്? ജോയിൻ ചെയ്യിപ്പിക്കണതാ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഒന്നും ചെയ്യണ്ട രാഘവേട്ട, ഒന്നും ചെയ്യണ്ട, വെറുതെ എന്റെ കൂടെ വന്നാൽ മതി. അങ്ങനെ പണം കിട്ടുന്ന എന്ത് പരിപാടിയൊന്നും ഈ ലോകത്തുള്ള? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു യാചകന് പോലും ഈ കൈ നീട്ടിയാൽ മാത്രമേ ആൾക്ക് പണം കിട്ടൂ. അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ വെയിലത്തിരുന്നാലേ കിട്ടൂ. അദ്ദേഹത്തിന് വേറെ എന്തുണ്ട്? പണിയുണ്ട്. അങ്ങനെ ആവുമ്പോ ഏത് സിസ്റ്റത്തിലാണ് ഒരു പണി എടുക്കാതെ വെറുതെ കാശ് കിട്ടുക? ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും ചെയ്യണ്ട, എന്റെ കൂടെ വെറുതെ വന്നാൽ മതി. ഒന്നാമത്തെ വ്യാജ വാഗ്ദാനം. രണ്ടാമത്തെ വ്യാജ വാഗ്ദാനം, നീ ജോയിൻ ചെയ്താൽ മാത്രം മതി, ബാക്കി ആളുകളെ നിനക്ക് താഴെ ഞാൻ ചേർത്തോളാം. ജോയിൻ ചെയ്താൽ മാത്രം മതി, നിന്റെ താഴെ ആൾക്കാരെ ഞാൻ ചേർത്തോളാം. ഈ പറഞ്ഞ സ്നേഹം പ്രവൃത്തിയിൽ പിന്നെ കാണില്ല. അയാളും ആ വിശ്വസിച്ച് വരും. ശരിയാണ്, ഞാനൊന്നും ചെയ്യണ്ട, എന്റെ താഴെ ആളെ ചേർത്തോളും. ജോയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ. അപ്പൊ ഇയാള് പറയും, അത് ഞാൻ അപ്പോഴത്തെ ഒരു ഫ്ലോയില് പറഞ്ഞതാ, ഒരു പഞ്ചിന് ഞാൻ പറഞ്ഞതാ. പിന്നെ ഇയാൾ എന്തെങ്കിലും ചെയ്യോ? അതോടെ അത് കഴിഞ്ഞു. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുന്ന ആൾക്കാര് ബിസിനസ്സിൽ നിലനിൽക്കും. അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളും വ്യാജമായിട്ടുള്ള വാഗ്ദാനങ്ങളും പറയുമ്പോഴാണ് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. മൂന്നാമത്തെ വ്യാജ വാഗ്ദാനം. ഇവിടെ ഒന്നും വിൽക്കേണ്ട ആവശ്യമില്ല. ഒന്നും വെക്കണ്ട. നിങ്ങൾ ജസ്റ്റ് വന്ന് കുറച്ച് പേര് ചൂണ്ടിക്കാണിച്ചാൽ മതി. ഒന്നും വിൽക്കണ്ട. നടപടി ആവണ കാര്യമാണോ? നമ്മുടെ ബിസിനസ് നിലനിൽക്കുന്നത് തന്നെ കച്ചവടത്തിലാണ്. ഇറ്റ്സ് എ സെയിൽ. അല്ലെ? സെയിലിന് കച്ചവടം എന്ന് പറയാൻ പാടില്ല എന്നാണ് TCG പറയുന്നത്. അഭിയാൻ ഒരു സർവീസ്. പക്ഷെ ആ സർവീസ് നടക്കണമെങ്കിൽ സെയിൽ ഉണ്ടായേ പറ്റൂ. അപ്പൊ ഇവിടെ വിൽക്കണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വിൽക്കേണ്ടി വരും. തുടക്കക്കാരെന്നുള്ള നിലയിൽ നമ്മൾ സെയിൽ ചെയ്തേ പറ്റൂ. അപ്പോഴാണ് ഈ ബിസിനസ്സിൽ പടിപടിയായിട്ട് നമുക്ക് കയറാൻ പറ്റൂ.
അപ്പൊ മൂന്നാമത്താണ്, ഇവിടെ ഒന്നും വിൽക്കേണ്ട ആവശ്യമില്ല, പറയരുത്. നാലാമത്തത്, പാർട്ട് ടൈം പോലും ചെയ്യണ്ട, സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി. ബാങ്ക് ഉദ്യോഗസ്ഥര്, കോപ്പറേറ്റീവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, അധ്യാപികമാര്, അധ്യാപകന്മാര്, ഇവരോടൊക്കെ പോയി കാണുമ്പോൾ പല ആൾക്കാരും പറയുന്ന കാര്യം, പാർട്ട് ടൈം പോലും വർക്ക് ചെയ്യണ്ടെന്നേ, സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി. സമയം കിട്ടുമോ? സമയം കിട്ടില്ല. നമ്മൾ മീറ്റിങ്ങിന് ഒരാളെ വിളിക്കുകയാണ്, നമ്മൾ പറയാണ് കുറച്ചു നേരം വന്നിരുന്നാൽ മതി, സമയം കിട്ടുമ്പോൾ വന്നാൽ മതി. അയാൾക്ക് സമയം കിട്ടുന്നത് പാതിരാത്രിക, മീറ്റിംഗ് കഴിഞ്ഞു, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ പാർട്ട് ടൈം പോലും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ, അല്ലേ തന്നെ ഫുൾ ടൈം ആന്ന് പറഞ്ഞ് ഉള്ള ആൾക്കാർ തന്നെ പാർട്ട് ടൈം ആയിട്ട് പണിയെടുക്കണല്ലോ. അപ്പൊ പിന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് പാർട്ട് ടൈം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പോണില്ല. അപ്പൊ ഇതൊക്കെ തെറ്റായ രീതിയിൽ നമ്മൾ ആൾക്കാർ ഈ സിസ്റ്റത്തിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ മതി എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക. അവരൊന്ന് സിസ്റ്റത്തിൽ നിലനിൽക്കില്ല. കാരണം എന്താ, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഈ പറഞ്ഞ വ്യാജ വാഗ്ദാനങ്ങളാണ്. ഇതൊന്നും നിറവേറ്റാതെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ സിസ്റ്റത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്താവും. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ടുവരിക. ഇനി ഇപ്പോൾ തന്നെ ജോലി രാജിവെച്ച് പോന്നോളൂ, എന്നിട്ട് എന്നിട്ട് മുഴുവൻ സമയവും ഇതിലിറങ്ങും. ഇങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ തുടക്കത്തിലൊക്കെ RCM നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഫുൾ സമയം ഇതിൽ നിക്ഷേപിച്ചാൽ മാത്രം പോരാ. അതിന് തക്കതായിട്ടുള്ള ഒരു എന്താ പറയുക, വലിയൊരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പൊ തുടക്കക്കാരൻ ഒരു ജോലി വന്നു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ റെഡിയായപ്പോ അയാളെ കൊണ്ട് ജോലി രാജിവെച്ചിപ്പിച്ച് ഇതിൽ ഫുൾ ടൈം ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരിക്കലും ചെയ്യരുത്. എന്ന് അയാളുടെ ജോലിയേക്കാളും കൂടുതൽ വരുമാനം ഇതിൽ വരുന്നോ, അന്ന് രാജിവെച്ചോ, നോ പ്രോബ്ലം. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഒരാളോട് അങ്ങനെ ചെയ്യരുത്. കാരണം ഇപ്പൊ ഇദ്ദേഹം ജോലി രാജിവെച്ചു എന്ന് തന്നെ വിചാരിക്കുക, RCM സജീവമായിട്ട് ഇറങ്ങാൻ പറ്റും. ഒരു ആരോഗ്യ പ്രശ്നം വന്നു, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, കുറച്ച് നാൾ ഇയാൾ കിടപ്പിലായി, ഇയാൾക്ക് അവിടുന്നുള്ള കാശും കിട്ടില്ല, ഇവിടുന്നുള്ള കാശും കിട്ടില്ല. അപ്പൊ നമ്മൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴത്തെ ജോലി അങ്ങോട്ട് രാജിവെച്ച് ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്നുള്ളത്. നോ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി പുതിയ പിള്ളേര് വരും, അവരോട് പറയും പഠിത്തമൊക്കെ വേസ്റ്റാ, ഇതിലൊന്നും കാര്യമില്ല. പഠിത്തമൊക്കെ വേസ്റ്റാ, ഇതിലൊന്നും കാര്യമില്ല. പറയണത് ആരാ? ഈ പഠിത്തം കഴിഞ്ഞ് ജോലിക്കും കയറി RCM വന്ന് വർക്ക് ചെയ്യുന്ന ആളായി പറയുന്നത്. അവർ ഉൾക്കൊള്ളുവോ? ഒരിക്കലും ചെയ്യരുത്. പഠിത്തം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠിക്കട്ടെ, പിള്ളേര് പഠിച്ച് വളർന്നതിന് ശേഷം ഇതിലേക്ക് വരട്ടെ. ഞാൻ പറയുന്നു, പഠിച്ചൊരു ജോലിക്ക് പോയിട്ട് വേണം ഇതിലേക്ക് വരാൻ വേണ്ടി. അല്ലെങ്കിൽ പക്വത ഉണ്ടാവില്ല, ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയുണ്ടാവില്ല, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല. കാരണം ജോലിക്ക് മുമ്പ് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, കൃത്യം ഇന്ന സമയത്ത് എണീക്കണം, പോകണം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നേരിട്ട് ഇവിടേക്ക് വന്ന പ്രശ്നം എന്താ? ആ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. ചിലവർക്ക് ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലവർക്ക് അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പഠിത്തം വേസ്റ്റാന്ന് ഒരു പുതിയ പയ്യനോട് പറയരുത്. ചിലർ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തേനെ. പക്ഷെ നമ്മുടെ ഈ ഒരു വാക്ക്, ഇതൊക്കെ വേസ്റ്റാ, ഇന്ന് പഠിച്ചിട്ട് ആരെന്താ നേടിയിരിക്കുന്നത്? അപ്പൊ ഇത്രയും കാലത്ത് അയാളുടെ പ്രയത്നത്തെ നമ്മൾ ഒറ്റ വാക്ക് കൊണ്ട് ഇല്ലാതെയാക്കാണ്. അയാൾക്ക് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കരുത്. ഡോക്ടറുടെ മരുന്ന് നിർത്തിയിട്ട് നമ്മുടെ സപ്ലിമെന്റ് കഴിക്കും, അസുഖം മാറും. പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് ആര് കൊണ്ടുപോകും എന്നുള്ളതും കൂടി ഒന്ന് ആലോചിച്ചു. കാരണം ഒരു ലേഡി 10-40 കൊല്ലമായിട്ട്, വേണ്ട, ഒരു 20 കൊല്ലമായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുക. ഇവര് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം നമ്മുടെ മധുസയ്യമോ അല്ലെങ്കിൽ ഗ്ലൈസം പ്രോഡക്റ്റോ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു, ചേച്ചി ഇനി ഇതൊന്നും കഴിക്കണ്ടാട്ടാ, ഇനി നമ്മുടെ സപ്ലിമെന്റ് മാത്രം കഴിച്ചാൽ മതി. 20 കൊല്ലമായിട്ട് അവരുടെ ശരീരം ശീലമാക്കിയ ഒരു കാര്യം പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ശരീരം റിയാക്ട് ചെയ്യും. അത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ചേച്ചി ഇപ്പൊ കഴിക്കുന്ന മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തോളൂ, ക്രമേണ നമുക്ക് ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ചെക്കപ്പ് നടത്തി അതിൽ മാറ്റം അനുസരിച്ച് നമുക്ക് പതുക്കെ പതുക്കെ നിർത്തിക്കൊണ്ടുവരാം. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നിർത്താൻ പറയരുത്. ഡോക്ടറിന് പോലും അത് പറയാൻ പറ്റില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നേ? ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ, ചേച്ചി മരുന്ന് ഇന്നോട്ട് നിർത്തിക്കോ, നമ്മുടെ സപ്ലിമെന്റ് കഴിച്ചാൽ മതി, മാറും. വലിയ കോംപ്ലിക്കേഷൻ വരും, വലിയ പ്രശ്നം വരും. ഇത് നമ്മുടെ പ്രൊഡക്റ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം അവർ പറയും ഇത് കഴിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നം വന്നതെന്ന് പറയും. സത്യത്തിൽ എന്തുണ്ടായേ? മറ്റേ മരുന്ന് പെട്ടെന്ന് നിർത്തിയപ്പോൾ ശരീരം റിയാക്ട് ചെയ്തതാ. പക്ഷെ കുറ്റം ആർക്കാ വരിക? നമ്മുടെ സപ്ലിമെന്റുകൾക്കാ വരിക. അതുകൊണ്ട് അത്തരത്തിലെ വാക്കുകൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഇത് ക്യാൻസർ, പ്രമേഹം വേരോടെ പിഴുതുമാറ്റാൻ അത്ഭുത മരുന്നാണ്. ക്യാൻസറും പ്രമേഹവും വേരോടെ എന്ത് ചെയ്യും? പിഴുതുമാറ്റും. ഇങ്ങനെ വാക്കുകൾ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിഴുതുമാറ്റും, വരില്ല, ആ പഞ്ചായത്തേക്കേ വരില്ല. നടപടിയാവൂ? പ്രതിരോധിക്കാൻ സഹായിക്കും. പിഴുതുമാറ്റം എന്ന് പറയാൻ, അവകാശവാദം ഒന്നും ഉന്നയിക്കാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ മാറിയേക്കാം,
പക്ഷേ ഒരു കാരണവശാലും അവകാശവാദങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. ഇത് കഴിച്ചാൽ മതി, മാറും, ഗ്യാരണ്ടി. നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കാൻ ആരാ? ഒരിക്കലും നമുക്ക് പറ്റില്ല. ചില ആൾക്കാർ പറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഇത്ര കൊല്ലം വരെ ഉണ്ടാവും. പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. സപ്ലിമെന്റുകളെ പറ്റിയിട്ടുള്ള എന്ത് പറയാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ അതിനെ ഒരു സെപ്പറേറ്റ് സെഷൻ എടുക്കേണ്ടി വരും. കാരണം അത്ര അധികം ഉണ്ട്. കാരണം ഇത് വിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയാനേ ചെയ്യാൻ പാടില്ല. ഇതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ബിസിനസ് പരമായിട്ടും ഉൽപ്പന്നത്തിനെ പ്രതിയും. ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പ്രൊഡക്റ്റുകളുടെ ബേസിൽ പറ്റില്ല. നമ്മൾ അവരോട് പറയാം സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേർക്ക് മാറിയ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ പറയാണ്, മാഡത്തിന് ഇത് ഉപയോഗിച്ച് എന്തായാലും ഗുണമേ ഉണ്ടാവുള്ളൂ, ദോഷം ഉണ്ടാവില്ല. പക്ഷേ മാഡം ഇപ്പൊ കഴിക്കുന്ന മരുന്നുകൾ പെട്ടെന്ന് നിർത്തരുത്, ക്രമേണ നിർത്താം. ചില ആൾക്കാർ നമ്മളോട് പോലും ചോദിക്കാതെ നിർത്തും. നമ്മളോട് പോലും ചോദിക്കാതെ ചില ആൾക്കാർ നിർത്തും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മുൻകൂട്ടി ഒരു ക്ലോസ് ആയിട്ട് നമ്മൾ പറയണം. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ഒറ്റയടിക്ക് നിർത്തരുത്. ക്രമേണ ഇത് കഴിച്ച് പതുക്കെ പതുക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ശ്രദ്ധിക്കണം. എന്താണ് പറയാൻ പാടില്ലാത്തത്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ ആദ്യം എന്താണ് പറയാൻ പാടില്ലാത്തതിൽ വ്യാജ വാഗ്ദാനങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ. മറ്റ് കമ്പനികളോ ജോലികളെയോ പറ്റിയിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി മോശമാണ് എന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പലപ്പോഴും ഉണ്ടാവുന്ന കാര്യം, ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു വൺ ഓൺ വണ്ണിലോ ഒരു ലീഡർ അവരെ വിളിക്കുക, എന്താ ചെയ്യുന്നേ? ഞാൻ തയ്യലാ ചെയ്യുന്നത് സാറേ. ആ, തയ്യലിന് ഇപ്പൊ കുറെ കിട്ടും. ഇങ്ങനെ പറയുമ്പോൾ ഈ തയ്യൽ കൊണ്ടല്ലേ കഴിഞ്ഞ 20-25 കൊല്ലം അയാളുടെ ജീവിതത്തിൽ അയാൾ മുന്നേറിയത്? ശരിയല്ലേ? ഈ തയ്യൽ ഇല്ലായിരുന്നെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ കാര്യം എന്തായിരിക്കും? അപ്പൊ നമ്മൾ ആ ജോലിനെ അപകീർത്തിപ്പെടുത്താൻ പാടും. പലപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ്. ഞാൻ പല ക്ലാസ്സുകളിലും കണ്ടിട്ടുണ്ട്. ആ, ഇത് ഇതിന് പോയാൽ കുറെയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഉള്ളില് അവർ ഇത്രയും കാലം ചെയ്ത ജോലി, അവരുടെ കുടുംബത്തിന് ഒരു താങ്ങും തണലുമായിട്ടുള്ള ജോലിനെ നമ്മൾ അപകീർത്തിപ്പെടുത്തുക ചെയ്യുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വൺ ഓൺ വണ്ണിലോ ഒരു പുതിയ പ്രോസ്പെക്റ്റിന്റെ വീട്ടിൽ മീറ്റിംഗ് നടത്തുമ്പോൾ 10 ആളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അയാൾ പിന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യില്ല. കാരണം എന്തൊക്കെ ആയാലും, എത്ര പ്രഷർ കൊടുക്കുന്നതായാലും അയാളുടെ ജോലിയാണ് അയാളുടെ കുടുംബത്തെ പറ്റിയത്. അപ്പൊ ജോലിനെ മോശമായിട്ട് പറയരുത്. അയാൾ വേറെ നെറ്റ്വർക്ക് കമ്പനിയിൽ വർക്ക് ചെയ്ത ആളായിരിക്കും. കമ്പനീനെ മോശമായിട്ട് പറയരുത്. കാരണം നമ്മളുടെ കമ്പനിയുടെ തലതൊട്ടപ്പൻ TCG പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ഗുണങ്ങളും മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ മറ്റൊരാളെയും അപകീർത്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സത്യസന്ധത തന്നെ അത് പറയുന്നതാണ് പറഞ്ഞേക്കണത്. അപ്പൊ എന്തിനാ നമ്മൾ അതിന് പോകുന്നത്? അയാൾ ചെയ്ത ജോലി നല്ല ജോലി സാറേ, സാറിന്റെ ജോലി നല്ലൊരു ജോലിയാന്ന് എനിക്കറിയാം. ചെറിയായിരിക്കും, ചെറിയ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് സാറിന്റെ കുടുംബത്തിന് വരുമാനമായതാ. പക്ഷെ ഇന്നത്തെ കാലത്ത് സാറേ, സാറിന്റെ ജോലി കൊണ്ട് മാത്രം കാര്യമില്ല. എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം വേണം. ഞാൻ നേരത്തെ ഒരു കുടം വരച്ച് കാണിച്ചില്ലേ? അതിൽ മൊത്തം ഓട്ടയല്ലേ? ഈ ഓട്ട അടയ്ക്കണ്ടേ? അടയ്ക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം വേണം. ആ എക്സ്ട്രാ വരുമാനത്തിനുള്ള വഴിയാണ്. അപ്പൊ സാറിന്റെ ജോലിക്ക് ഒരു കോട്ടവും പറ്റാത്ത രീതിയിൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ സൈഡായിട്ട് ചെയ്ത് പതുക്കെ പതുക്കെ സാറിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇതിനെ ലോങ് ടേം ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഇയാൾ ചെയ്യുന്ന ജോലിയാ ഇലക്ട്രീഷ്യൻ ആണല്ലേ, ഇപ്പൊ കിട്ടി തന്നെ കുറെ കാശ് കിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പല ലീഡേഴ്സും വളരെ മോശമായിട്ട് ആ ജോലിനെ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. PSC, PSC എഴുതാൻ പോയിട്ട് എന്തായി നോക്കൂ. PSC എഴുതാൻ പോയിട്ട് എന്തായി എന്നുള്ളതാ. PSC അവർക്ക് പഠിക്കാനുള്ള മണ്ടയുണ്ടല്ലോ, നമ്മൾ അതിന് പോലും പോയിട്ടില്ല. കാരണം നമുക്ക് ആ മണ്ടയില്ല. അപ്പൊ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ? നോക്കൂ മാഡം, PSC എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യവും മാഡത്തിന് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അത്രയും നോളജ് ഉള്ള ഒരാളാണ് നിങ്ങൾ. ഒരു സർക്കാർ ജോലിക്ക് എഴുതി അവിടെ കിട്ടണമെങ്കിൽ അത്രയും നോളജ് ഉള്ള ഒരാളാവണം. ശരിയല്ലേ? അത് നല്ലൊരു കാര്യം തന്നെ. അതിന്റെ കൂടെ മാഡത്തിന് സാമൂഹ്യ സേവനം ചെയ്യാനുള്ള ഒരു അവസരം ഇതിലുണ്ട്. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ അവിടെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് പറയാൻ പാടില്ലാത്തതിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, കമ്പനിയെ പറ്റിയിട്ടോ ഒരാളുടെ ജോലിയെ പറ്റിയിട്ടോ മോശം പറയരുത്. അയാൾ ചിലപ്പോൾ വേറൊരു നെറ്റ്വർക്ക് നിന്ന് വന്ന ആളായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയണം? തീർച്ചയായിട്ടും അത് നല്ലൊരു കമ്പനി ആയിരിക്കണം. അല്ലാതെ സാർ അതിൽ ജോയിൻ ചെയ്യുന്നില്ലല്ലോ. സാറിന് എന്തായാലും അത് നല്ലൊരു പേ ഔട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ സാറേ, ആ കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് എനിക്കറിയാം, ചിലപ്പോൾ ഗുണമേന്മയുള്ളതായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ കമ്പനിയെ പറ്റി പറയാൻ പറ്റും. എന്നിട്ട് നമ്മൾ നമ്മളെ കമ്പനിയെ പറ്റിയിട്ട് പറയാം. ഒരിക്കലും അയാളുടെ കമ്പനിയെ പറ്റിയിട്ട് മോശം പറയാൻ പാടില്ല. അയാൾ ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊരു കമ്പനി നാം വരുന്നുണ്ടാവുക. നമ്മളത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള ഈഗോ ആണ് അവിടെ ഹേർട്ട് ആവുന്നത്.
ചിലപ്പോ ചില ആൾ പറയും ഞാൻ ആ കമ്പനിയിൽ നിന്നാണ്. ആ, എന്റെ ടീമിൽ നിന്ന് ഒരാൾ പോയത് അപ്പൊ എന്തായി? അതോ ഗതി. അപ്പൊ പിന്നെ അയാൾക്ക് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നില്ല. കാരണം അയാൾ കാണുന്നതെന്ന് അറിയോ, ഇയാളുടെ കൂടെ വന്ന ഇനി ജീവിതകാലം മൊത്തം ഇതിനെ കളിയാക്കൽ കേൾക്കേണ്ടി വരും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മൂന്നാമത്തെ പോയിന്റ് ആണ്, നിർബന്ധിക്കരുത്. ഡോണ്ട് ബി പുഷി. ആൾക്കാരെ സാധനങ്ങൾ ഇടിപ്പിക്കാനോ അല്ലെങ്കിൽ ബിസിനസ്സിലെ ഒരാളെ കൊണ്ടുവരാനോ വേണ്ടി നിർബന്ധിക്കരുത്. ആർക്കും ആരെയും നിർബന്ധിക്കുന്നത് ഇഷ്ടല്ല. നമ്മളോട് ഒരാൾ വന്നൊരു കാര്യം ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുന്ന പറയുന്നത് നമുക്ക് അവിടെ അവരോട് ഇഷ്ടമല്ല ഉണ്ടാവുക, പകരം ഒരു വെറുപ്പാണ് ഉണ്ടാവുക. സോ ഒരാളെയും ഉൽപ്പന്നങ്ങൾ വാങ്ങാനോ ബിസിനസ്സിലേക്ക് വരാനോ നിർബന്ധിക്കരുത്. ഒന്ന്, നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല, കാരണം ഇഷ്ടം പോലെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ നമ്മൾ പുഷ് ചെയ്താൽ അവർ വരുമായിരിക്കും, പക്ഷെ ഇഷ്ടത്തോടെ ആയിരിക്കില്ല. അപ്പൊ എന്ത് വേണം? അവർക്ക് ഇതിന്റെ സാധ്യതയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഗുണവും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കാരണമാവുന്ന കാര്യങ്ങളുമാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടത്. അപ്പൊ അതാണ് നിർബന്ധിക്കരുത്. ഇനി നാലാമതാണ് അമിത അവകാശവാദങ്ങൾ. അമിത അവകാശവാദങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ തെറ്റായ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള വാദങ്ങൾ രണ്ടും രണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് എന്താ, നമ്മൾ ഫോൾസ് ആയിട്ടുള്ള പ്രോമിസുകളാണ്. ഇവിടെ അമിത അവകാശവാദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, പക്ഷെ ഇത്തിരി ഡോസ് കൂട്ടിയിട്ട് നമ്മൾ പറയും. അങ്ങനെ ഡോസ് കൂട്ടിയിട്ട് നമ്മൾ പറയരുത്. ഡോസ് കൂട്ടിയിട്ട്, മറ്റേത് വ്യാജമാണെങ്കിൽ ഇത് അമിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. മധുസയ്യം കഴിച്ചാൽ ഷുഗർ മാറും എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷെ ചില ഒരാഴ്ച കൊണ്ട് കിട്ടും. ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് നാളെ നിങ്ങളുടെ ഹിമോഗ്ലോബിൻ പറ്റുമോ? നടക്കണ കാര്യമില്ല. അപ്പൊ അമിത അവകാശവാദങ്ങൾ പറ്റരുത്, പറയരുത്. അതും അവരുടെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഈ മാസം വന്ന് ഓപ്പണർ ആക്കി തരാം, നടപടിയാവണ കാര്യമല്ല. ഓക്കെ, അപ്പൊ അമിത അവകാശവാദങ്ങളും അവരോട് പറയരുത്. അഞ്ചാമതാണ്, അധികം വിവരങ്ങൾ നൽകരുത്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഒരു ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്, നമുക്കൊരു ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്. ഒരു പരിധിക്ക് അപ്പുറമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തലയിൽ കയറില്ല. അപ്പൊ നമ്മള് പലപ്പോഴും ഇത്രയും ക്ലാസ്സുകൾ കേട്ട് ഈ അറിവ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിടണമല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരാളെ കിട്ടിയ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് പറയും. അതോടുകൂടി അമ്മേ, ഇനി ഇതൊക്കെ ആളുടെ ഉള്ളിൽ എന്താ വരാന്നറിയോ? അയ്യോ, ഇനി ഇതൊക്കെ ഞാൻ പഠിക്കട്ടെ, ഇത് ഞാൻ പഠിച്ച് പറഞ്ഞ് ഞാനിനി എപ്പോ കച്ചവടം നടത്താനാ? അപ്പോ അതാ ഞാൻ പറഞ്ഞേ, സിമ്പിൾ ആയിട്ട് കാര്യങ്ങളെ പറയാൻ പറ്റണം. ഒരു ഉൽപ്പന്നത്തിന്റെ 2 തൊട്ട് 3 വരെയുള്ള പ്രധാന പോയിന്റുകൾ പറഞ്ഞാൽ മതി. അധിക വിവരങ്ങൾ നിങ്ങൾ കൊടുക്കരുത്. ഒരുപാട് അങ്ങോട്ട് ഇൻഫോർമേഷൻ ഓവർലോഡ് അങ്ങോട്ട് കൊടുത്ത ആൾക്കാർ അങ്ങോട്ട് അവശരാവും. അത് വേണ്ട. ഇപ്പൊ ഗാമയുടെ ഒരു 5 മെയിൻ കാര്യങ്ങൾ, വെജോമേഗ അതിന്റെ ഒരു 5 മെയിൻ കാര്യങ്ങൾ, ഇതെല്ലാം പറയുന്നത് എന്ന് പോരാനാ ഇവിടുന്ന്? ന്യൂട്രിചാർജ് കിറ്റ്സ് 49ഓളം പോഷകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ അതിൽ 10ഓളം പച്ചമരുന്നുകൾ ഉണ്ട്. അത് പറഞ്ഞാൽ മതി. അതിൽ 3 തരത്തിലെ പ്രോട്ടീൻ ഉണ്ട്. എന്താണ് അതിന് കിട്ടുക? അതാണ് നമ്മൾ പറയേണ്ടത്. എന്താണ് അത് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുക? അതിനാണ് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത്. അല്ലാതെ അതിലുള്ള A to Z ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഇൻഫോർമേഷൻ ഓവർലോഡ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവുന്ന കാര്യമല്ല. കടയിലേക്ക് ഒരാൾ വന്നു ഫേസ് വാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. ഫേസ് വാഷ് ഞാൻ എടുത്തു. മാഡം, ഇതിൽ അടങ്ങിയിരിക്കുന്നത് അനറ്റോണിൻ ഓയിൽ അടങ്ങിയിട്ടുണ്ട്, ടീ ട്രീ ഓയിൽ അടങ്ങിയിട്ടുണ്ട്, ലെമൺ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അനറ്റോണിൻ ഓയിലിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് ഇതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ചേച്ചി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തിലെ കാര മാറും, നമ്മുടെ മുഖത്തിന്റെ pH ബാലൻസ് ആവും, മുഖത്തിന് നല്ല കളർ വരും, ഇതൊക്കെ പറഞ്ഞാൽ മതി. അതിന് സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ പേരൊന്ന് പറഞ്ഞു പോവുക. അല്ല, നമ്മൾ ഇത് അധികം ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് വാങ്ങുന്നേക്കാളും കൂടുതൽ ഇത് വേണ്ടെന്ന് ഇവർക്ക് തോന്നുള്ളൂ. അപ്പൊ എന്താണ് പറയാൻ പാടില്ലാത്തതിൽ 5-മത്തെ പോയിന്റ് ആണ്, അധികം വിവരങ്ങൾ നൽകരുത്. ഓവർ ഇൻഫോർമേഷൻ, ഇൻഫോർമേഷൻ ഓവർലോഡ് എന്താവരുത്? ആവരുത്. ഓക്കെ. അപ്പൊ എന്താണ് പറയാൻ പാടില്ലാത്തത്? ഏറ്റവും ആദ്യത്തെ കാര്യം എന്താ? വ്യാജമായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കരുത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്, അവരുടെ ജോലിയോ അവരുടെ കമ്പനിയോ പറ്റി മോശമായിട്ട് പറയരുത്. മൂന്നാമതാണ് നിർബന്ധിക്കരുത്. നാലാമതാണ് അമിത അവകാശവാദങ്ങൾ ഉന്നയിക്കരുത്. അഞ്ചാമതാണ് അധിക വിവരങ്ങൾ നൽകരുത്. ഇനി ചുരുക്കത്തിൽ പറഞ്ഞ, നിങ്ങളുടെ ലക്ഷ്യം ഒരാളെ നിർബന്ധിച്ച് സാധനം വിൽക്കുക എന്നാകരുത്, പകരം അല്ലെങ്കിൽ മറിച്ച് അവരുമായി ദീർഘകാല ബന്ധം സ്ഥാപിക്കുക എന്നതാകണം. ഒരു പുതിയ ആളെ നമ്മൾ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ അസോസിയേറ്റ് നമ്മുടെ ടീമിൽ വന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു കച്ചവടത്തിന് പോകുമ്പോൾ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അവരെ കൊണ്ട് നിർബന്ധിച്ച് സാധനം മേടിപ്പിക്കുകയോ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ, അല്ലെങ്കിൽ നമ്മൾ ഓവർ ഇൻഫോർമേഷൻ കൊടുക്കുകയോ, അല്ലെങ്കിൽ അവരോട് അവരുടെ ജോലിയെ പറ്റിയിട്ടോ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടോ മോശമായിട്ട് പറയുകയോ ചെയ്യുകയല്ല, പകരം അവരുമായിട്ട് ദീർഘകാല ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനെന്ത് വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൽ എന്താണ് പറയേണ്ടത്, എന്താണ് പറയാൻ പാടില്ലാത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്ര നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ബിസിനസ് ടു കസ്റ്റമർ ആണ്. എന്നാൽ ആരുടെയോ സൗണ്ട് ഓൺ ആണല്ലോ.
യെസ്. ഓക്കെ, താങ്ക് യു. ഇത്ര നേരം ഞാൻ സംസാരിച്ചത് B2C ആണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താ? B2B. നമ്മുടെ ലീഡേഴ്സിനോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം? നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൈ പിടിച്ച് നടത്തുന്ന ലീഡേഴ്സിനോട്, നമ്മുടെ കൂടെ വന്ന ആൾക്കാരോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം? ഇവിടെ നിങ്ങൾ വിൽക്കുകയല്ല, മറിച്ച് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയല്ല ചെയ്യുന്നത്, പകരം നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ആളോടോ ഒരു അസോസിയേറ്റ് ബയ്യറിനോടോ സംസാരിക്കുന്ന രീതിയിലല്ല നമ്മൾ ഇവരോട് സംസാരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പറയേണ്ടത് എന്താണ്, പറയാൻ പാടില്ലാത്ത എന്താണെന്നുള്ളതിലും കുറച്ച് മാറ്റങ്ങൾ വരും. ഇപ്പൊ ഇതാണ് ബിസിനസ്മാൻ ടു ബിസിനസ്മാൻ. നമ്മുടെ ടീമിൽ വരുന്ന ലീഡേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബോസ് എന്നതിലുപരി ഒരു മെന്റർ അല്ലെങ്കിൽ വഴികാട്ടി എന്ന നിലയിലായിരിക്കണം നമ്മുടെ സംസാരം. അവരോട് സംസാരിക്കുമ്പോൾ ഒരു ബോസിനെ പോലെ അവർക്ക് തോന്നാൻ പാടില്ല. ഒരു വഴികാട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. ബോസ് എന്താ പറയാ? നീ അത് ചെയ്യണം. പക്ഷെ ഒരു വഴികാട്ടി എന്താ പറയാ? മോനത് ചെയ്തു കഴിഞ്ഞാൽ നാളെ മോനത് ഗുണം ചെയ്യും. അതാണ് ഒരു മെന്ററിന്റെ ടോൺ. പക്ഷെ ബോസ് എന്താ പറയാ? അത് ചെയ്തിരിക്കണം, നാളെ വൈകുന്നേരത്തേക്കുള്ളിൽ എനിക്ക് ആ ലിസ്റ്റ് കിട്ടിയിരിക്കണം. അതൊരു ബോസിന്റെ ടോണാണ്. പക്ഷേ നാളെ വൈകുന്നേരത്തേക്ക് ആ ലിസ്റ്റ് കിട്ടിയാൽ നമ്മുടെ മറ്റന്നാളത്തെ പ്രോഗ്രാമിന് അതൊന്നും കൂടിയും നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും ക്രോഡീകരിച്ച് കൊണ്ടുപോകാനും അത് സഹായകരമാവും. അതൊരു മെന്ററിന്റെ ടോണാണ്. അപ്പൊ അവിടെ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബോസ് എന്ന് വെച്ചാൽ എന്താ ചിന്തിക്കുക? എന്റെ കാര്യം, എന്റെ കാര്യം, എന്റെ കാര്യം എന്ന ബോസ് ചിന്തിക്കുക. പക്ഷെ ഒരു മെന്റർ എന്താ ചിന്തിക്കുക? നമ്മുടെ കാര്യം എന്നാണ് ചിന്തിക്കുക. അപ്പൊ നമ്മുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ആരെ പോലെ ആയിരിക്കണം? ഒരു ബോസിനെ പോലെ ആവരുത്, പകരം ഒരു മെന്ററിനെ പോലെ ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, നമ്മൾ ലീഡേഴ്സുമായിട്ട്, നമ്മുടെ ടീമിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള അസോസിയേറ്റ്സുമായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒന്നാമതാണ് ബഹുമാനം നൽകുക. അവര് നമുക്ക് ബഹുമാനം നൽകുന്നുണ്ടെങ്കിൽ നമ്മളും തിരിച്ച് ബഹുമാനം നൽകണം. ഇവിടെ ആരും ആരുടെയും ബോസ് അല്ല. യു ആർ ആൻ അപ്ലൈൻ, യു ആർ എ ലീഡർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലുക്ക് ആഫ്റ്റർ യുവർ അസോസിയേറ്റ്സ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവരെ ശരിയായിട്ട് നോക്കുക എന്നുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് ബഹുമാനം തരുന്നത്. കാരണം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇന്നേ വരെ ഒരു പക്ഷെ നിങ്ങൾ കാണാത്ത ഒരാള് നിങ്ങളെ സാറെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ തിരിച്ചവരെ സാറെന്ന് വിളിക്കാനും അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും. ആ ബഹുമാനം കൊടുത്താലേ കിട്ടൂ. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബഹുമാനം കൊടുത്താലേ കിട്ടൂ. കേൾക്കാൻ തയ്യാറാവുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. ഒരു മീറ്റിംഗ് കഴിഞ്ഞു, ആ മീറ്റിംഗിന്റെ ഫീഡ്ബാക്ക് അവരോട് ചോദിച്ചെടുക്കുക. സുഗുൻ എന്ത് തോന്നി? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? ഒരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ സുഗുൻ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഈ മീറ്റിംഗ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്? അവരുടെ ഇൻവോൾവ്മെന്റ് നമ്മൾ കൊണ്ടുവന്നാൽ അവർക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ കേൾക്കാൻ തയ്യാറാവുക. അല്ലാതെ നമ്മൾ സുഗു നാളെ പോയിട്ട് ലൈറ്റ് എടുക്കണം, നാളെ പോയിട്ട് ടേബിൾ എടുക്കണം, അപ്പൊ നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. സുഗു ഇങ്ങനെ ചെയ്താൽ റെഡി ആവുമോ? അത് നമ്മൾ പ്രൊജക്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, അത് കുറച്ചും കൂടെ വെക്കണം, എന്താ സുഗുവിന്റെ അഭിപ്രായം? അഭിപ്രായങ്ങൾ നമ്മൾ അവരുടെ എടുക്കണം, ഫീഡ്ബാക്ക് നമ്മൾ അവരുടെ എടുക്കണം. അത് നല്ലൊരു ലീഡറിന്റെ ലക്ഷണമാണ്. പരസ്യമായി അഭിനന്ദിക്കുക. അവരൊരു ചെറിയ കാര്യം ചെയ്താലും എന്ത് ചെയ്യുക? പരസ്യമായിട്ട് അഭിനന്ദിക്കുക. സ്റ്റേജിൽ അവർ സ്വാഗതം പറഞ്ഞു, അടിപൊളിയായിട്ട് സ്വാഗതം പറഞ്ഞു. ലാസ്റ്റ് നിങ്ങൾക്ക് കമന്റ് പറയാൻ ഒരു സെക്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾ പറയാം, ഇന്നത്തെ സ്വാഗതം അതിഗംഭീരായി. രഹസ്യമായിട്ട് തിരുത്തുക. തിരുത്തൽ എവിടെയായിരിക്കണം? സ്റ്റേജിൽ വെച്ചായിരിക്കരുത്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താ? സ്റ്റേജിൽ വെച്ച് തിരുത്തും, രഹസ്യമായിട്ട് അഭിനന്ദിക്കും. അപ്പൊ അയാൾക്ക് ചെയ്യാൻ വല്ല താല്പര്യം ഉണ്ടാവും? രഹസ്യമായിട്ട് തിരുത്തുക. അവരെ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് സാൻഡ്വിച്ച് മെത്തേഡ് വഴി അവരോട് പറയാ, കഴിഞ്ഞ മാസത്തെ ബിസിനസ് അടിപൊളിയായിരുന്നു, മുന്നത്തെക്കാളും ഗ്രോത്ത് ഉണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ചൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് വളരാൻ പറ്റും. എനിക്കറിയാം എന്റെ ടീമിൽ ഏറ്റവും ശക്തനായിട്ടുള്ള, ഏറ്റവും കഴിവുള്ള ഒരാളാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ആരെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് എ സാൻഡ്വിച്ച് മെത്തേഡ്. പരസ്യമായിട്ട് അഭിനന്ദിക്കുക, രഹസ്യമായിട്ട് തിരുത്തുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. ലീഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ കൂടെ വരുന്ന, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ബഹുമാനം നൽകുക, കേൾക്കാൻ തയ്യാറാവുക, പരസ്യമായി അഭിനന്ദിക്കുക, രഹസ്യമായിട്ട് തിരുത്തുക. ഇനി ഉപയോഗിക്കേണ്ട വാക്കുകളും പ്രയോഗങ്ങളും. അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ എന്താണ്? നമ്മൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ. നമ്മൾ ഇത് പറഞ്ഞേ പറ്റൂ. എന്റെ ബിസിനസ് വന്നില്ല, എന്റെ ടീം അല്ല, നമ്മുടെ ടീം, നമ്മുടെ ബിസിനസ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം.
ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ് വളരും. പക്ഷെ പലപ്പോഴും എന്റെ ബിസിനസ് വന്നില്ല, എന്റെ ടീമിന്റെ ഗതി ഇങ്ങനെയാണല്ലോ, എന്റെ ടീം അവിടെ മോശമാകരുത്, അല്ല, നമ്മുടെ ടീം അവിടെ മോശമാവരുത്. കാരണം നമ്മുടെ ടീം അവിടെ മോശമാവരുത് എന്ന് പറഞ്ഞാൽ അയാൾക്കും തോന്നുന്നത് എന്റെ ടീമാണ്. നമ്മുടെ ഒരു പരിപാടി നടത്താൻ പോവാ, നമ്മുടെ പരിപാടി അത്, അല്ല എന്റെ പരിപാടിയാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പണിയെടുക്കാൻ തോന്നുമോ? ഇല്ല. അവിടെ എന്ത് വേണം? നമ്മുടെ പരിപാടിയാണ്, എന്റെ ടീം, അല്ലെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ടീം, അങ്ങനെയാണ് പറയണ്ടേ. എന്റെ ടീം എന്നല്ല അവിടെ പറയണ്ടേ, നമ്മുടെ ടീം. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്തു എന്നല്ല അവിടെ പറയണ്ടേ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യണം. രാജേഷ് സാറേ അത് ചെയ്യാൻ പറ്റില്ലേ, ഇങ്ങനെ പറയണം. അല്ലാതെ രാജേഷ് സാറെ ചെയ്യേണ്ട കാര്യം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇത് എല്ലാത്തിന്റെ ഉത്തരവാദിത്തം എടുക്കുന്നേ. പക്ഷെ നമ്മൾ പറയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എത്ര ഇതാണെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. രാജേഷ് സാറേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായി? അപ്പൊ ആൾക്കത് ചെയ്യാൻ തോന്നും. പക്ഷെ നമ്മള് അത് ചെയ്തോ? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? അതിനൊരു ഇത് കണ്ടെത്തിയോ? ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർ നമ്മളെ നിന്ന് വിട്ടു പോകുന്നത്. ആൾക്കാർ നമ്മളെ നിന്ന് വിട്ടു പോകുന്നത് ഇതിന്ന് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുമെന്ന് അറിയാത്തോണ്ടൊന്നല്ല, ഇതിന്ന് ഡിസ്കൗണ്ട് കിട്ടാത്തോണ്ടൊന്നല്ല, ഇതിന്ന് മാർക്കറ്റ് വിലയേക്കാളും കുറഞ്ഞ സാധനം കിട്ടാത്തോണ്ടൊന്നല്ല അവർ പോകുന്നത്. അവർ പോകുന്നത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണമാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നത്? കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, എന്റെ ടീം, എന്റെ പിന്ന്, എന്റെ പൊസിഷൻ മാറുന്നില്ല, എന്റെ ടീമിന്റെ ടൂറ്, എന്റെ എന്ന് പറയുന്നത് ഒരു ജോലിക്കാരന്റെ മെന്റാലിറ്റിയാ. നമ്മുടെ എന്ന് പറയുന്നതാണ് ഒരു ടീം ലീഡറിന്റെ മെന്റാലിറ്റി. നമ്മുടെ ടീം, നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ PV, നമ്മുടെ ആൾക്കാര്, അങ്ങനെ പറയുമ്പോഴല്ലേ സന്തോഷം കിട്ടുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അല്ലാതെ നീ ചെയ്യേണ്ട കാര്യം അയാൾ ചെയ്യാൻ പറഞ്ഞ കാര്യം അയാൾ ചെയ്തു, അങ്ങനെയൊന്നും പറയരുത്. വാക്കുകൾ ആണ് ശത്രു, വാക്കുകളാണ് മിത്രം. അപ്പൊ ഉപയോഗിക്കേണ്ട വാക്കുകളിലും പ്രയോഗങ്ങളുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തുക. എന്റെ ടീം എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ടീം. നീ ആ കാര്യം ചെയ്തു എന്ന് പറയുന്നേക്കാളും മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സാറേ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? ഉപയോഗിക്കേണ്ട വാക്കുകളും പ്രയോഗങ്ങളും രണ്ടാമത്തത്. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണം. സാറേ ഇത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കാണിച്ചതിന്റെ ആവശ്യമില്ല, എനിക്ക് സാറ് ചെയ്ത അത് വിശ്വാസമാണ്. അവസാനം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. സാറ് ചെയ്തോന്നേ, ഞാൻ കൂടെയുണ്ട്, സാറ് ചെയ്യേ. ഒരു ലീഡർ തളർന്നിരിക്കുമ്പോൾ ഈ വാക്ക് വലിയ ഊർജം നൽകും. ഒരു ലീഡർ തളർന്നിരിക്കുമ്പോൾ ഈ വാക്ക് വലിയ ഊർജം നൽകും. ഞാൻ 11ാം ക്ലാസ്സിൽ സയൻസ് എടുത്ത ആളാണ്. സയൻസ് എടുത്തിട്ട് ഞാൻ അതിൽ പരാജയപ്പെട്ടു. കാരണം എനിക്കത് അത്ര പഠിച്ചെടുക്കാനുള്ള ശേഷിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫിസിക്സും കെമിസ്ട്രിയാണ് ഞാൻ വീക്കായിരുന്നത്. ഞാൻ അതിൽ അന്തസ്സായിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ പരാജയപ്പെട്ടിട്ട് എന്റെ റിപ്പോർട്ട് കാർഡ് വാങ്ങാൻ പോയത് രാജൻ സാറാ. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പൊട്ടും, ഏറെക്കുറെ പരാജയപ്പെടും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ രാജൻ സാറ് പോയി റിപ്പോർട്ട് കാർഡ് വാങ്ങി തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് എന്നോട് മോശമായി, അല്ലെങ്കിൽ ഇത് നീ എന്നെ വളരെ എന്താ പറയാ അപമാനപ്പെടുത്തി, നിന്റെ നിന്നും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നൊന്നുമല്ല അദ്ദേഹം പറഞ്ഞേ. അദ്ദേഹം പറഞ്ഞു സാരില്ല, 2 വിഷയം പോയി, അച്ഛൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ. എനിക്ക് പരാജയപ്പെട്ടതിനേക്കാളും കൂടുതൽ വിഷമം ഉണ്ടായത് ആ വാക്കുകളാണ്. കാരണം എനിക്ക് അദ്ദേഹം വിചാരിച്ചൊരു തലത്തിലേക്ക് ഉയരാൻ സാധ്യത, വേറെ ഒന്നും അദ്ദേഹം എന്നെ പറഞ്ഞില്ല, ചീത്തയും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, സാരില്ല അച്ഛൻ കൂടിയുണ്ട്, ഇത്ര പറഞ്ഞുള്ളൂ. ആ വാക്കുകൾ തരുന്ന ഒരു പ്രചോദനം ഉണ്ട്. ഈ മാസം ഒരു ടാർഗറ്റ് പറഞ്ഞു, അയാൾക്ക് എത്താൻ പറ്റിയില്ല, നോ വറീസ് മാൻ. ഈ ബിസിനസ് എത്ര നൂറ്റാണ്ടുകളോളം ഇനിയും നിൽക്കും, എത്ര വർഷങ്ങൾ ഇനിയും ഉണ്ടാവും. അവരോട് പറയാ നോ പ്രോബ്ലം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്തുണ്ടായാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് പറയുമ്പോൾ കിട്ടുന്ന ഒരു 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 വികാരമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചവർക്ക് അത് അറിയും. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കുന്നു പറയുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാവുന്ന ഒരു എനർജി നമുക്ക് ഒരിക്കലും വേറെ ഒരു രീതിയിലും കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത്. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതൊക്കെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഡിക്ഷണറിയിൽ നമ്മൾ കൊണ്ടുവരുത്തേണ്ട കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. എന്താണ് ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. അത് അവർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ കൂ- കൂട് എന്താ പറയാ കൂട്ടത്തിൽ കൂട്ടുക.
ഇത് അവർക്ക് ബിസിനസ്സിലും ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കും. കാരണം അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടെന്നൊരു തോന്നൽ വരും. പലപ്പോഴും ആൾക്കാർ അഭിപ്രായങ്ങൾ ചോദിക്കില്ല. അവർ പറയാം, താൻ അത് ചെയ്താൽ മതി, താൻ ഇത് ചെയ്താൽ മതി, ഇത് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഇതാ ഇവിടെ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ അസോസിയേറ്റ് ആയിട്ട് എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ടെക്നിക്കൽ ലീഡർ സജിത മാഡം ഉണ്ട് ഇവിടെ. അനിൽ സാറ് കേൾക്കുന്നുണ്ട്, ബാലകൃഷ്ണൻ സാറ് കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ സ്വന്തമായിട്ട് ഞാൻ അവരോട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതാ ചോദിക്കാറ്, ചേച്ചി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അല്ലേട്ടാ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇപ്പോഴും സജഷൻ ചോദിക്കും. ഞാൻ ഇന്നലെ രാത്രിയും റമീസ് സാറിനെ വിളിച്ചു. റമീസ് സാർ ഇവിടെ ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നുണ്ടായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ റമീസ് സാറിനെ വിളിച്ചു, സാറേ ഈ പ്രോഗ്രാമിന് ഇങ്ങനെ ചെയ്താലോ. ഞാൻ സജഷൻ ചോദിക്കും. കാരണം എന്താ അറിയോ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെക്കാളും കഴിവുള്ള ആൾക്കാർ എൻ്റെ ടീമിൽ. അപ്പൊ ഞാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലുണ്ടാവും. അവരെന്നോട് പറയും, സാറേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ എന്റെ ടീമിലെ ടെക്നിക്കൽ ലീഡർ റജീന മാഡം ഭയങ്കര കരുതലാ. ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്നോട് പറയും, സാറേ അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ട് ട്ടോ അന്ന് എന്ന് പറയും. എന്നെ ഓർമ്മപ്പെടുത്തും. അപ്പൊ എന്നെക്കാളും കഴിവുള്ള ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടാലല്ലേ എനിക്ക് നമ്പർ വൺ ആവാൻ പറ്റൂ, എന്റെ ടീമിന് നമ്പർ വൺ ആവാൻ പറ്റൂ. അപ്പൊ അവരുടെ ഉള്ളിൽ ഓണർഷിപ്പ് തോന്നണമെങ്കിൽ നമ്മൾ അവരെ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ടീമിന്റെ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ എടുക്കണം. ആ അഭിപ്രായങ്ങൾ തെറ്റാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ തിരുത്തി കൊടുക്കും വേണം. പക്ഷെ ഇത് പരസ്യമായിട്ടല്ല തിരുത്തണ്ടേ, സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ തിരുത്തേണ്ടത്. ഞാൻ കൂടെയുണ്ട്. ഇതിന്റെ പവർ ഒന്ന് വേറെ. നിങ്ങൾ തനിച്ചല്ല, ഞാൻ കൂടെയുണ്ട്. എന്ത് ബിസിനസ് വന്നാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതൊരു ഉറപ്പാ. ആ ഉറപ്പ് നമ്മൾ പാലിക്കണം. നന്ദി. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, നന്ദി പറയാ, താങ്ക് യു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർ ചെയ്യുന്ന, അവരോട് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു, അവരത് ഭംഗിയായിട്ട് ചെയ്തു. അവരെ വിളിച്ച് പറയാ, നോക്കൂ, നിങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തോണ്ട്, നിങ്ങൾ ആ കാര്യം ഏറ്റെടുത്തോണ്ടാണ് ഇന്ന് ആ പ്രോഗ്രാം ഇത്രയും വിജയകരമായിട്ട് മാറിയത്. താങ്ക് യു. ഒരു താങ്ക് യു പറഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം എത്രത്തോളം ഉണ്ടാവും. താങ്ക് യു പറയാത്തോണ്ട് ഈ ബിസിനസ്സിന് പോയ ആൾക്കാരെ കണക്ക് അറിയണ, അത്രയധികം ആൾക്കാർ പോയിട്ടുണ്ട്. കാരണം അയാൾക്കൊരു നന്ദിയില്ല സാറേ. ഒരു നന്ദിയില്ലാത്ത ലീഡറാ. പട്ടിപ്പണി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് A to Z ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വാക്ക് നല്ലത് എന്നെ പറ്റിയിട്ട് ഇതുവരെ ആൾക്കാർക്ക് പരാതി അതാണ്, എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറയുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് അവരോടൊരു നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ട് 1000 ക്ലാസ്സുകൾക്ക് അപ്പുറമായിരിക്കും. സോ ഓൾവേസ് ബി എ താങ്ക്ഫുൾ പേഴ്സൺ, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിട്ട് മാറുക. സമയം തന്നതിന് നന്ദി. ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളും തീരുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയമാണ് എനിക്ക് വേണ്ടി തന്നെ, ആ സമയം തന്നതിന് നന്ദി ഞാൻ പറയാറുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഇത് നമ്മൾ എന്ത് വേണം, ശീലിക്കണം. ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിലേക്ക് നമ്മൾ വരുന്നത്. നമ്മുടെ ലീഡേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആജ്ഞകൾ, ഓർഡേഴ്സ്. നീ ഇത് ചെയ്തേ പറ്റൂ, ഇപ്പോൾ തന്നെ എനിക്ക് ലിസ്റ്റ് കിട്ടണം അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടണം തുടങ്ങിയ കൽപ്പനകൾ ഒഴിവാക്കുക. പകരം നമുക്കിത് ചെയ്താൽ നന്നായിരിക്കും, നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നേക്കാളും നല്ലത്, ഒരു ഗാമയുടെ ഓഫർ വന്നു, നമുക്കിത് ചെയ്താലോ, നമുക്കിത് ചെയ്താൽ എന്തായാലും ടീമിൽ വളർച്ചയുണ്ടാവും. ടീമിൽ വളർച്ചയുണ്ടാവും, എനിക്ക് വളർച്ചയുണ്ടാവും, നിങ്ങൾക്ക് വളർച്ചയുണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിത് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടീമിൽ വളർച്ചയുണ്ടാവും. റിപ്പോർട്ട് അയക്കാൻ പറ്റുമോ? ഞാൻ ഇന്നലെ പറഞ്ഞ ലിസ്റ്റ് ചെയ്യാൻ പറ്റിയോ? കാരണം എല്ലാവർക്കും എല്ലാ സമയത്തും ഇതിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പണി അവർക്ക് വേറെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ വിളിച്ച് ചോദിക്കുക, സാറേ ഇന്നലെ പറഞ്ഞ ലിസ്റ്റ് ചെയ്യാൻ പറ്റിയ, അത് റൈറ്റ് ഡൗൺ ചെയ്തോ, എഴുതിയെടുക്കാൻ പറ്റിയോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിലാണ് തോന്നുക, അയ്യോ സാറ് ഇത്ര ഇതായിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ അത് ചെയ്യാതിരിക്കാന്ന്. അവർ തന്നെ ചെയ്യും. റിപ്പോർട്ട് അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. എന്തിനു പകരം ഇപ്പോൾ തന്നെ റിപ്പോർട്ട് അയക്കി. ഇതൊക്കെ എന്താ പറയാ, അൺപാർലമെന്ററി ആണെന്ന് ഞാൻ പറയുള്ളൂ. അൺപാർലമെന്ററി. അങ്ങനെ നമ്മൾ സംസാരിക്കരുത്. അവരോട് എന്ത് വേണം, സഭ്യമായ വാക്കുകൾ, നല്ല രീതിയിൽ നല്ല ടോണിൽ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പൊ ആജ്ഞാപിക്കല്ല വേണ്ടേ, നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. എന്താ പറയുക, താരതമ്യം ചെയ്യുക, കമ്പാരിസൺ. അവനെ കണ്ടുപിടിക്കുക, അവൻ എത്ര നന്നായി ചെയ്യുന്നു, ആ ടീം നോക്ക്, ആ ടീമിൽ എത്ര എല്ലാ മാസം അച്ചീവ്മെന്റ് വരുന്നുണ്ട് ആ ടീമില്. നമ്മുടെ ടീം കണ്ടില്ല എങ്ങനെ ഇരിക്കുന്നത്? എന്തായാലും ഒന്നും ചെയ്യാത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്. ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്ത് അവരൊന്നും കൂടി നന്നായിട്ട് ചെയ്യും. ഇങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നീ എന്താ ചെയ്യുന്നേ, അവനെ കണ്ട് പഠിക്കും. നിന്റെ ടീമിൽ നിന്നെ കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് അവൻ വന്നേ, എന്നിട്ട് അവൻ ഇപ്പൊ അച്ചീവർ ആയില്ലേ? നോക്കൂ, എല്ലാവരുടെയും സാഹചര്യം ഒരേപോലെ ആവണമെന്നില്ല, എല്ലാവർക്കും ഒരേ PV ആവണമെന്നില്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അവരെ പ്രചോദനം കൊടുക്കാണ് വേണ്ടത്. സജീവ് സാറിനെ കണ്ടില്ലേ? സാറ് ഒരു സാധാരണ ഒരു പലചരക്കട നടത്തുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കാർപ്പൻട്രി മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേ സാറിന്റെ വർക്ക് കൾച്ചറിലുള്ള ഒരു സാറല്ലേ സാറും?
അദ്ദേഹത്തെ പോലെ തന്നെ ഒരു പലചരക്ക് കട നടത്തുന്നുണ്ട്, കുറച്ച് നാൾ ആശാരിപ്പണി ചെയ്തു തന്നു, പെയിന്റ് പണി ചെയ്തു തന്നു. ആ വ്യക്തി ഇന്ന് കാണുന്ന സ്റ്റാർ എമറാൾഡ് ആയിട്ട് മാറിയെങ്കിൽ സാറിന് എന്ത് കുറവാണുള്ളത് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട്? അപ്പൊ അയാൾക്ക് തോന്നുന്നു ശരിയാണ്. അപ്പൊ എന്താ, ഞാൻ പ്രചോദനമായിട്ട് കാണിക്കുന്നത്, അല്ലാതെ സജീവ് സാറിനെ കണ്ടുപിടിക്കും, സജീവ് സാറിനെ കണ്ടുപിടിക്കും, സാറ് കണ്ടില്ലേ ഫീൽഡിൽ ഇറങ്ങുന്നു, സെയിലിൽ നീ എന്താ ചെയ്യുന്നേ? ഇങ്ങനെ പറയുമ്പോ അയാൾക്ക് എന്ത് തോന്നും? ഇങ്ങനെ പറയുമ്പോ അയാൾക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. താരതമ്യം ചെയ്യരുത്, കമ്പാരിസൺ ചെയ്യരുത്. ഒരാളെ കൊല്ലുന്നതിന് എന്താ പറയാ ഒരാളെ കൊല്ലുന്നതിനും എന്താ പറയാ അതിന് എന്തോ പറയൂലോ, മറന്നുപോയി, കുഴപ്പമില്ല, തുല്യമാണ്. ഒരാളെ കൊല്ലുന്നതിനും തുല്യമാണ് താരതമ്യം ചെയ്യരുത്. ഇറ്റ് ഈസ് എ വെരി ബാഡ്. അത് ടീമിൽ മാത്രമല്ല, കുട്ടികളിലും അങ്ങനെ ചെയ്യരുത്. കാരണം എപ്പോഴും അവരെ എന്താ പറയാ ഒരു താഴ്ത്തട്ടിലെ കാണുള്ളൂ. നമ്മൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടില്ലേ, അവനെ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഇവന്റെ ഉള്ളിൽ സബ് കോൺഷ്യസ്ലി ഇവൻ ചെറുതാന്നൊരു തോന്നൽ വരുമ്പോൾ വളരില്ല. എത്ര കുട്ടികൾ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെന്ന് പറയും. കമ്പയർ ചെയ്ത് അവരെ തെളിയിക്കാൻ വേണ്ടി കത്തി 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 എരിഞ്ഞമർന്ന ആൾക്കാരുണ്ട്. കാരണം കമ്പയർ ചെയ്യരുത്. അതിനും വലിയൊരു ദ്രോഹമില്ല. കാരണം ഒരാളെ പോലെ അല്ല. ഒരിക്കലും രാജൻ സാറിനെ പോലെ അല്ല അർജുൻ സാറ്. ഒരിക്കലും അർജുൻ സാറിനെ പോലെ ആയിരിക്കില്ല നോബൽ സാറ്. ഒരിക്കലും നോബൽ സാറിനെ പോലെ ആയിരിക്കില്ല അഡ്വക്കേറ്റ് നിമ്മി മാഡം. ഒരിക്കലും അഡ്വക്കേറ്റ് നിമ്മി മാഡത്തിനെ പോലെ ആയിരിക്കില്ല ജയശങ്കർ സാറ്. 5 പേരും 5 ചട്ടിയിൽ വറുത്തെടുത്ത ആൾക്കാരാ. എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് വെരി റോങ്. മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഇൻസ്പയർ ചെയ്യാൻ പറ്റും, ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹത്തെ പോലെ ആയിക്കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് പറയേണ്ടത്. ഒരിക്കലും കമ്പയർ അല്ല ചെയ്യേണ്ടത്. നെഗറ്റീവ് പ്രവചനങ്ങൾ, നിന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാന്നു, അത് ഏറ്റെടുത്തപ്പോ തന്നെ എനിക്കറിയായിരുന്നു, ഞാനത് എഴുതിയപ്പോ തന്നെ എനിക്കറിയായിരുന്നു ഇത് വർക്കൗട്ട് ആവില്ല എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളത് ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ പിന്നെ ആളിനി എന്തെങ്കിലും ചെയ്യും. ഇങ്ങനെ പോയാൽ ടീം തകരും. ഇത് പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ നിരാശ തരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏത് ടീമാണ് വളരുക? പൊട്ടിപ്പാളീസായിട്ട് ഇരിക്കുകയാണെങ്കിലും ടീമിനെ വിളിച്ച് പറയണം, സാറേ എനിക്ക് ഉറപ്പാ നമ്മളൊരു നാല് ജയിക്കും, നമ്മളെ ജയിക്കും. പൊട്ടിപ്പാളീസിരിക്കുന്ന ആൾക്ക് പോലും വിജയിക്കാനുള്ള ഒരു മനോഭാവമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ ഓൾറെഡി പടുകുഴിയിൽ ഇരിക്കുന്ന ആളോട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയാൽ ടീം തകരും, വീണ്ടും എന്താവും, ടീം തകരും, ഇങ്ങനെ പോയാൽ ടീം തകരും തുടങ്ങിയ നിരാശ കൊണ്ടുള്ള വാക്കുകൾ പറയരുത്. അത് തെറ്റായ പ്രവണതയാണ്. നെഗറ്റീവ് പ്രവചനങ്ങൾ ഇതാവരുത്. ഗ്രോത്ത് ഇല്ല, വളരുന്നില്ല. ഇതാരോടാ പറയുന്നത്? ടീമിനോടാ പറയുന്നത്. ടീം പിന്നെ വളരുമോ? കാരണം ലീഡറിന് തന്നെ ഗ്രോത്ത് ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഇവരെങ്ങനെ വളരുക? ഒരിക്കലും പറയാൻ പാടില്ല. ബിസിനസ് എപ്പോഴും നമ്പർ വണ്ണാ. ബിസിനസ് എപ്പോഴും ഉണ്ട്. നമ്മൾ ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തിയാൽ മാത്രം മതി. ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാൻ പറ്റുന്നതാ. കഴിഞ്ഞ മാസത്തേക്കാൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല, പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ചില ഗുണകരമാവുന്ന നുണകൾ പറയാം. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം അത് ശുഭപ്രതീക്ഷയാണ്, ഹോപ്പാണ് നാളെ ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. ഈ കൊല്ലം ഞാൻ മൊത്തം നോക്കി, കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഈ കൊല്ലം ബിസിനസ് മോശം. അതൊരു ഫാക്റ്റാ. പക്ഷെ ഈ ഫാക്ട് ഞാൻ എന്റെ ടീമിനോട് പറയേണ്ട ആവശ്യമുണ്ട്? കഴിഞ്ഞ കൊല്ലത്തിന്റെ അത്ര ബിസിനസ് വന്നിട്ടില്ല എന്നല്ല, കഴിഞ്ഞ കൊല്ലത്തിന്റെ അതേ രീതിയിലാണ് ബിസിനസ് വന്നേക്കണത്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെക്കാളും കഴിവും അറിവുമുള്ള ആൾക്കാർ നമ്മുടെ ടീമിൽ കൂടി. അടുത്ത കൊല്ലാണ് ഇതിന്റെ റിസൾട്ട് വരാൻ പോണത്. ഇങ്ങനെ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക? റിസൾട്ട് കിട്ടുക. ഞാൻ ഞാൻ കാരണമാണ് നിങ്ങൾ വളർന്നത്. ഞാൻ ഇല്ലെങ്കിൽ കാണാമായിരുന്നു. എന്നിട്ടിപ്പോ അവൻ എന്നെ വേണ്ട. ഈ ഞാൻ എന്ന വ്യക്തി, അർജുൻ MR എന്നൊരു വ്യക്തി, എന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്നെക്കാളും കഴിവും അറിവും സമയവും എന്താ പറയുക താല്പര്യമുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഈ സിസ്റ്റത്തിലുണ്ട്. എനിക്ക് ഉറപ്പാത്. ലിജോയ് സാർ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഞാൻ എന്ന് പറഞ്ഞിരുന്ന നാളെ ആ ഞാനിലേക്ക് ആര് വരും? ലിജോയ് സാർ വരും. കാരണം എന്താ? ഈസ് എ വെരി കേപ്പബിൾ ലീഡർ, പവർഫുൾ ലീഡർ. അപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും, ഞാൻ കാരണമാണ്. നമ്മൾ കാരണം മാത്രമാണോ ഈ ബിസിനസ് വളരുന്നത്? അല്ല, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ ബിസിനസ് വളരുന്നത്. പക്ഷെ ഞാൻ ഈഗോ തലയിൽ ഏറ്റി വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എനിക്ക് വളർച്ച ഉണ്ടാവില്ല. എനിക്ക് ശേഷമോ എനിക്ക് മുന്നേ വന്ന ലീഡേഴ്സ് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കും. കാരണം എന്താ? എന്റെ മെന്റാലിറ്റി എന്താ? ഞാൻ വളരണം, എനിക്ക് പണം കിട്ടണം, എനിക്ക് ആരോഗ്യം ഉണ്ടാവണം. ഇത് മാത്രം എന്റെ മെന്റാലിറ്റി. ഞാൻ കാരണം നിങ്ങൾ വളരുന്നത് പറയാൻ പറ്റുമോ? അല്ല. ഞാനത് പറഞ്ഞുകൊണ്ടാണ് നടന്നത്? അല്ല. അവർക്ക് ചെയ്യാൻ തോന്നിയോണ്ടാണ് അത് നടന്നത് എന്ന് അവകാശപ്പെടരുത്. ക്രെഡിറ്റ് എപ്പോഴും ടീമിന് കൊടുക്കുക. നിങ്ങളുടെ ടീമിൽ ഉണ്ടാവുന്ന ഓരോ വിജയത്തിനും ക്രെഡിറ്റ് ഒരിക്കലും നിങ്ങൾ എടുക്കാൻ പാടില്ല. ക്രെഡിറ്റ് ഒരിക്കലും നിങ്ങൾ എടുക്കാൻ പാടില്ല. പകരം ആർക്ക് കൊടുക്കണം? ടീമിന് കൊടുക്കണം. പക്ഷേ
പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ പരാതികളോ വന്നാൽ അത് സധൈര്യം എടുത്ത് പരിഹരിക്കാൻ പറ്റണം. സോറി, അത് എന്റെ ഭാഗത്തും തെറ്റുണ്ട്, നിങ്ങൾ മാത്രമല്ല എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനും അത് തിരുത്തണമായിരുന്നു. അത് പറയാനുള്ള മനസ്സുണ്ടാവണം. അതാണ് നല്ല ലീഡറിന്റെ ലക്ഷണം. ഞാനെന്നല്ല അവിടെ പറയണ്ടേ, ഞാൻ കാരണമാണ് ടീം വളർന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടാണ് നടന്നത്, അങ്ങനെയല്ല. നമ്മളെല്ലാവരും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് മിഴിവെന്ന പ്രോഗ്രാം അതിഗംഭീരമായിട്ട് മാറിയത്. ഓരോരുത്തരുടെയും പ്രവൃത്തി അതിലുണ്ട്, ഓരോരുത്തരും കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. നിങ്ങൾ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. ഈ ടീമിന്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ വളർച്ചയാണ്. നമ്മുടെ വിജയമാണിത്. ഇങ്ങനെ വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പാർട്ടി മീറ്റിങ്ങുകൾക്ക് പൊക്കോളൂ, അവരൊരിക്കലും ഞാനെന്ന് പറയില്ല. കാരണം അവർക്ക് അറിയാം, അവരെന്ത് പറയും, ഇത് നമ്മുടെ വിജയമാണ് അല്ലേ. ഈ വാർഡിലോ ഈ ബ്ലോക്കിലോ ഈ പഞ്ചായത്തിലോ ഒരു പ്രതിനിധി ജയിക്കും, അയാളുടെ അഭിനന്ദന സ്പീച്ചില് അയാൾ എന്ത് പറയും, ഇത് എന്റെ വിജയമല്ല, ഈ നാടിന്റെ വിജയമാണ്, ഇന്ത്യയുടെ വിജയമാണെന്ന് പറയും. എന്തുകൊണ്ടാ? ആൾക്കാർ കണക്ട് ആവണം. നമ്മൾ അങ്ങനെ വേണം നമ്മളെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട്. പ്രശ്നം എപ്പോഴും പ്രശ്നം എന്ന് പറയുന്നതിന് പകരം വെല്ലുവിളി എന്ന് പറയാം. ഇത് നിങ്ങൾ ഡയറിയിൽ കുറിച്ചിട്ടോ. പ്രശ്നം എന്ന് പറയുന്നതിന് പകരം വെല്ലുവിളികൾ എന്ന് പറയാം. കാരണം വെല്ലുവിളികളെ അതിജീവിച്ച ആൾക്കാരാണ് ഇന്ന് വിജയികളായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നം പ്രശ്നം പ്രശ്നം, ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നമുണ്ട്, ഒരു ചാലഞ്ച് ഉണ്ട്, ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? പ്രശ്നം ഏറ്റെടുക്കാൻ ആരും റെഡി ആവില്ലല്ലേ ജോയ് സാറേ, പക്ഷെ ചാലഞ്ച് ഏറ്റെടുക്കാൻ എല്ലാവരും റെഡിയാ, ശരിയല്ലേ? അപ്പൊ ഒരിക്കലും പ്രശ്നം എന്നല്ല പറയണ്ടേ, വെല്ലുവിളികൾ. ആ വെല്ലുവിളികൾ അതിജീവിച്ച ആൾക്കാരെ വിജയിച്ചിട്ടുള്ളോ എന്ന വാക്ക് ഉപയോഗിക്കുക. പ്രശ്നം എന്ന് കേൾക്കുമ്പോൾ തന്നെ നെഗറ്റീവ് ഫീൽ വരുമ്പോൾ, ചലഞ്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനെ അതിജീവിക്കാൻ ഒരു തോന്നൽ നമുക്ക് വരും. നമുക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഉണ്ട്. നിങ്ങൾക്കറിയാം, വെല്ലുവിളികളെ അതിജീവിച്ച ആൾക്കാരെ വിജയിച്ചിട്ടുള്ളൂ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കൂ, ഈ ടീമും ഞാനും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ റെഡിയാണോ? നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ റെഡിയാണോ? അവിടെയാണ് എന്ത് വരുന്ന റിസൾട്ട്. ഇപ്പോ വെജ് ഒമേഗ കിട്ടാനില്ല, ഒരു വെല്ലുവിളിയാണ്, ഒരു പ്രശ്നമല്ല, ഒരു വെല്ലുവിളിയാണ്. കാരണം എന്താ, ഇത്രയും കാലം അത് സുഖമായിട്ട് കിട്ടിയിരുന്നു. അപ്പൊ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അത് കിട്ടാതിരിക്കാൻ ഒരു കാരണമായിട്ട് മാറിയത്. ഞാൻ ചോദിക്കട്ടെ, RCMൽ വെജ് ഒമേഗ മാത്രമാണോ ഉള്ളത്? എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങളെ പോലെ തന്നെ ഇന്ന് വെജ് ഒമേഗയും നമ്മുടെ കൂടെ സുലഭമായിട്ട് വരുന്ന ഒരു കാലം വിദൂരമല്ല, വരും, ഇനി വരുന്ന ദിവസങ്ങളിൽ വരും. പക്ഷെ ആ ടൈം ലൈനിന്റെ ഉള്ളിൽ ഒരുപാട് പേര് നമ്മളോട് ക്വറീസ് ചോദിക്കും, ഒരുപാട് പേര് ചോദിക്കും, ഇതെന്താ എനിക്ക് കിട്ടാത്ത ചോദിക്കും. ഇതൊരു പ്രശ്നമാണോ? അല്ല, ഇതൊരു വെല്ലുവിളിയാണ്. ഇവിടെ ഇരിക്കുന്ന 187 പേരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ റെഡിയാണോ? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ റെഡിയാണോ? അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രോബ്ലം അല്ല. യെസ്, ബിനോയ് സാർ പറയുന്ന ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ റെഡിയാണ്. വരും, കുറച്ചും കൂടി മികച്ച പാക്കില്, കുറച്ചുകൂടി മികച്ച കണ്ടന്റുകളായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമാവുന്ന ടോപ്പ് ക്ലാസ് രീതിയിൽ നാളെ വെജൊമേഗ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതിന് കുറച്ച് സമയം വേണം. ആ സമയമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഇതാണ് വെല്ലുവിളി. ഈ വെല്ലുവിളിയാണ് നമ്മൾ എടുക്കേണ്ടത്, പ്രശ്നമല്ല. ഇമ്പോർട്ടന്റ്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പ്രശ്നമല്ല അവിടെ പറയേണ്ടത്, വെല്ലുവിളി എന്നാണ് അതിനെ പറയേണ്ടത്. നമ്മുടെ ഒരു പ്രോഗ്രാം നടത്തുന്നു, അവിടെ പെട്ടെന്ന് കറന്റ് പോയി, അതൊരു പ്രശ്നമല്ല, അതൊരു വെല്ലുവിളി. അതിനെ നമ്മൾ എങ്ങനെ നേരിടും? അതിനെ നേരിടുമ്പോഴാണ് നമ്മൾ ലീഡറായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ശ്രദ്ധിക്കുക. തിരുത്തലുകൾ വരുത്താൻ സാൻഡ്വിച്ച് മെത്തേഡ് ഉപയോഗിക്കുക. ലീഡേഴ്സിൽ പല പേർക്കും ചിലപ്പോൾ തിരുത്തലുകൾ ആവശ്യമുണ്ടായിരിക്കും. അവരോട് ഒരിക്കലും മുഖത്തടിച്ചോണം, ഇത് മോശമാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണെന്നുള്ളത് അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല നമ്മൾ സംസാരിക്കേണ്ടത്. പകരം എന്ത് വേണം, അവിടെ സാൻഡ്വിച്ച് മെത്തേഡാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അവരെ വിളിക്കുക, അവരെ വിളിച്ചിട്ട് പറയുക, ഇന്ന് പറഞ്ഞതിന്റെ എനർജി, ഓ എന്തായിരുന്നു എനർജി, സൂപ്പർ എനർജി. എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അതിൽ ആ അവസാനം ലാൻഡിങ്ങിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതൊന്നും കൂടി മികച്ചതായേനെ. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഇനി വരുന്ന സമയത്ത് നിങ്ങളെപ്പോലെ സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വേറൊരു ലീഡർ ഉണ്ടാവില്ല. കഴിഞ്ഞില്ലേ, ആള് സന്തോഷമായി. തുടക്കത്തിൽ പോസിറ്റീവ് സ്റ്റാർട്ട്, നടുക്കിൽ റിപ്പയർ, അതിന്റെ അവസാനം പോസിറ്റീവ് എൻഡ്. പോസിറ്റീവ്, റിപ്പയർ, പോസിറ്റീവ്. അപ്പൊ എന്തായി, ആൾ ഉഷാറായി. കാരണം നമ്മൾ തുടക്കത്തിൽ നല്ലതാ പറഞ്ഞ്, അവസാനം നല്ലതാ പറഞ്ഞ, നടുക്കിൽ മാത്രം എന്ത് ചെയ്തു, നമ്മൾ ആ തിരുത്തല് പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാൻഡ്വിച്ച് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. ചിലപ്പോൾ അപ്പോഴത്തെ ഇമോഷനിൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ചാടിക്കേറി പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ദോഷം നമുക്കും നമ്മുടെ ടീമിനും വേണ്ടിയിട്ട് മാത്രം ആണ്. അപ്പൊ തിരുത്തലുകൾ വരുത്താൻ സാൻഡ്വിച്ച് മെത്തേഡ് ഉപയോഗിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ
ഇന്നത്തെ ഒരു സെഷൻ ചെറിയൊരു കാരണമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഔദ്യോഗികമായിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ ആരെയും വിളിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകളോ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകളോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ അറിയാം, 8086633205 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാ രീതിയിലും വിജയാശംസകൾ നേരുന്നു. ഡിസംബർ മാസം നിങ്ങളുടെ മാസമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി 2026 പറക്കാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അത് ഓർത്തുകൊണ്ട്, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട്, അതിനെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ട് 2026 നമ്മുടെ ആക്കാം എന്നുള്ള ദൃഢനിശ്ചയം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ജയ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു. ദിസ് ഈസ് മീ അർജുൻ സൈനിങ് ഓഫ്. ഉത്തമകുമാർ സാർ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ, ഐ വിൽ സി യു ഓൾ അറ്റ് ദ ടോപ്പ് ഓഫ് ദിസ് ബിസിനസ്. താങ്ക് യു.